എല്ലാ പ്രിയപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 10 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചു നിർത്തി. നമ്മളെപ്പോഴും ദൈവങ്ങളെ ചിന്തിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നമ്മളൊന്ന് പുറകോട്ടൊക്കെ പോയി വീണ്ടും അതിന്റെ തുടക്കവും അതിനകത്ത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളും ചിന്തിച്ച കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ആവർത്തിച്ചൊക്കെ പറഞ്ഞാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അത് കുറച്ചുകൂടെ നമുക്ക് വ്യക്തമായി തീരുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ വിശ്വാസികൾക്ക് ലേഖനം എഴുതുമ്പോൾ തന്നെ അഭിമുഖമായി കണ്ടിട്ടില്ലാത്ത എന്നാൽ തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ കത്തെഴുതുമ്പോൾ അവരുടെ വിശ്വാസത്തിന്റെ സ്ഥിരത കണ്ട് സന്തോഷിക്കുന്ന അപ്പോസ്തലൻ എപ്പഫ്രോദിത്തോസ് വന്ന് അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ അറിയിച്ചപ്പോൾ, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ തന്നോടൊപ്പമായിരുന്നപ്പോൾ ഇത് പറഞ്ഞപ്പോൾ, വിശ്വാസത്തിൽ സ്ഥിരതയുള്ള കൊലോസ്യ വിശ്വാസികൾക്ക് വിശ്വാസത്തിൽ അസ്ഥിരത ഉണ്ടാകാൻ പാടില്ല. ഒരു കാരണവശാലും വിശ്വാസ സ്ഥിരതയുള്ളവർ ദുരുപദേശങ്ങളെ അസ്ഥിരരായി തീരാതിരിക്കാൻ ക്രിസ്തുയേശുവിൽ അവർക്ക് ഉറപ്പും ധൈര്യവും ഉണ്ടായവർ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ നിലകൊള്ളുവാൻ അപ്പോസ്തലൻ എഴുതുന്ന കത്താണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. മാനുഷികമായ ഉപദേശങ്ങള് എന്താ പറയണ്ടേ, അതുപോലെ തന്നെ ലോകത്തിനെ അടിസ്ഥാനമാക്കിയ ഫിലോസഫികള്, തത്വജ്ഞാനങ്ങള്, ഇവയും അതുപോലെ തന്നെ ജൂയിഷ് ലീഗലിസം, നിയമ സിദ്ധാന്തം, അതായത് എല്ലാ യഹൂദന്റെ നിയമത്തിനെ അനുസരിച്ച് അല്ലെങ്കിൽ പ്രമാണം അനുസരിച്ചുള്ള ആ ജീവിത ശൈലിയിലേക്ക് ഇവരെ കൊണ്ടുപോകുന്ന ദുരുപദേശം. പിന്നെ എന്താ പറയണ്ടേ, മിസ്റ്റിസം, അല്ലെങ്കിൽ മിസ്റ്റിസിസം എന്ന് പറയുമ്പോൾ നിഗൂഢമായ എന്തോ, മിസ്റ്റീരിക്കൽ. അതുകൊണ്ടാണ് ശരിക്കും ഇത് വായിക്കുമ്പോൾ നമുക്ക് അപ്പോസ്തലൻ അതേ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്, മിസ്റ്ററി. അപ്പം അവിടെ കൊണ്ടുവന്നു എല്ലാം ഞങ്ങൾക്ക് ഇത് വെളിപ്പെട്ടു, ഞങ്ങൾക്കത് വെളിപ്പെട്ടു, ഞങ്ങൾ ആ ദർശനം കണ്ടു, ഈ ദർശനം കണ്ടു, അത് മറഞ്ഞിരിക്കുന്നതാണ്, പക്ഷെ ഞങ്ങൾക്കത് കണ്ടു. ഒരു നിഗൂഢതാവാദം അത്. അപ്പം അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഇറക്കാൻ ശ്രമിച്ചപ്പോൾ അപ്പോസ്തലൻ ഏറ്റവും വലിയ ദൈവത്തിന്റെ മിസ്റ്ററി ഇവിടെ കൊണ്ടുവന്ന് കൊലോസ്യർക്ക് പരിചയപ്പെടുത്തുകയാണ്. അവര് വലിയ മിസ്റ്റീരിക്കലായി സംസാരിക്കുക, നിഗൂഢമായ രഹസ്യവാദം, ആ രഹസ്യം ഒക്കെ പറഞ്ഞ് ഈ രഹസ്യം പറഞ്ഞപ്പോ എല്ലാവർക്കും അത് കണ്ടിട്ടില്ലാത്തതുകൊണ്ട് ഇയാളല്ലേ ദർശനം കണ്ടേ, ഇയാളല്ലേ വലിയ വലിയ കാര്യങ്ങൾ കണ്ടേ. അപ്പൊ നിഗൂഢമായ കാര്യങ്ങളെ പ്രസ്താവിക്കുമ്പോൾ മറ്റുള്ളവരത് വിശ്വസിച്ചു പോന്ന അവസ്ഥയിലേക്ക് കൊണ്ടുവരുമ്പോൾ നമുക്കറിയാം അപ്പോസ്തലനായ പൗലോസ് എത്ര ശക്തമായിട്ടാണ് ആ ദൈവത്തിന്റെ മിസ്റ്ററിയെ കുറിച്ച്, ദൈവം കാലാകാലങ്ങളിൽ മറച്ചു വെച്ചിരുന്ന ദൈവത്തിന്റെ ആ രഹസ്യം, മർമ്മം എന്തുവാ, ക്രിസ്തു തന്നെയാണ് ആ മർമ്മം. അപ്പം അത് വെളിപ്പെടുത്തുന്നത് നമുക്കറിയാം. അങ്ങനെ എല്ലാത്തിനെയും, അതുപോലെ തന്നെ പിന്നെ അടുത്ത ഭാഗം നമ്മൾ ചിരിക്കാൻ പോകുന്ന എന്താണ്, അസെറ്റിക് ലീവിങ് അല്ലെങ്കിൽ കഠിനവ്രതം, ഭയങ്കര ഭക്തിയോടുകൂടെ സെൽഫ് ഡിസിപ്ലിൻ നടത്തി അതെല്ലാം ഭയങ്കരമായ കഠിനവ്രതത്തോടു കൂടിയ ഒരു കൈവരിക്കുന്ന ആത്മീകത, ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന ആത്മീക ജയമല്ല, വിശുദ്ധിയല്ല, പിന്നെ സ്വയം കൈവരിക്കുന്ന കഠിനവ്രതത്തിലൂടെ ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ, ദുരുപദേശങ്ങൾ സഭയ്ക്കകത്ത് കടന്നുകൂടിയപ്പോൾ അതിനെതിരെ അപ്പോസ്തലൻ പ്രതികരിക്കുകയും കൊലോസ്യ വിശ്വാസികളുടെ ശ്വാസത്തിന്റെ സ്ഥിരതയ്ക്കോ അല്പം പോലും ഭംഗം ഏൽക്കാതിരിക്കാൻ അതിശക്തമായി എഴുതുന്ന കത്താണ് കൊലോസ്യ ലേഖനം എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു. നമ്മുടെ ഹൃദയത്തിൽ അത് അടിവരയിട്ട് ഉറപ്പിക്കുക. മാനുഷികമായ ലോകത്തോട് ബന്ധപ്പെട്ട തത്വജ്ഞാനങ്ങളും യഹൂദന്മാരുടെ മര്യാദ, ആചാരങ്ങളും നിയമങ്ങളും, നിഗൂഢമായ കാര്യങ്ങൾ കണ്ടു, ദർശനങ്ങൾ കണ്ടു എന്നുള്ള ആജ്ഞേയവാദം അല്ലെങ്കിൽ നിഗൂഢതാവാദം. പിന്നെ ഇങ്ങനൊന്നും ജീവിച്ചാൽ പോരാ, വിശുദ്ധി കൈവരിക്കണമെങ്കിൽ ഒത്തിരി കാര്യങ്ങൾ വർജിക്കണം, ഒത്തിരി കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കണം, അത് തുടരിൽ രുചിക്കരുത്, നാം തന്നെ ആർജിച്ചെടുക്കണം വിശുദ്ധി. അതെ, നമ്മുടെ സെൽഫ് ഡിസിപ്ലിനിലൂടെ അസെറ്റിക് ലീവിങ് ഉപദേശത്തോടെ കൊണ്ടുവന്നു. ഇതൊക്കെ അതെന്തിനാ ഇത് പറയാൻ ചോദിച്ചാൽ, അങ്ങനെ ഉള്ളിലുള്ളപ്പോൾ നമുക്ക് ഈ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. അതിനൊക്കെയുള്ള ഉത്തരവ് ഇവിടെ കൊടുക്കുന്നുണ്ട്, മറുപടി ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ചിന്തിച്ചിരുന്നു. നമ്മൾ പ്രധാനമായും ചിന്തിച്ചൊരു കാര്യമുണ്ട്. 3 പോയിന്റ് നമ്മൾ അപ്പോസ്തലൻ ഈ ഫോൾസ് ടീച്ചിങ്ങിന്, ഈ ഹെറസിക്കെതിരെ എന്തുവാണ് ശക്തമായ 3 പോയിന്റുകളാണ് മുമ്പിൽ വെക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ ചിന്തിച്ചു, അത് നമ്മൾ കഴിഞ്ഞ ദീർഘാഴ്ചകളായി ചിന്തിച്ചാണ്, ജീസസ് സുപ്രീമസി ആൻഡ് അതോറിറ്റി ഓവർ ഓൾ ക്രിയേഷൻ. യേശുവിന്റെ സകല സൃഷ്ടിയുടെ മേലുള്ള പരമാധികാരിയും അധികാരം, അതെ, അതിശ്രേഷ്ഠത, ഔന്നിത്യം, അത് അപ്പോസ്തലൻ വളരെ ശക്തം. അതുകൊണ്ട് ക്രിസ്തുവിനെ തന്നെ, ക്രിസ്തു അതാണ് നമുക്കറിയാമല്ലോ. കൊലോസ്യ ലേഖനത്തെ നമ്മൾ പറയുന്നത് എങ്ങനെയാ പറഞ്ഞത്? എഫെസ്യ ലേഖനം ക്രിസ്തുവിന്റെ സഭയാണെങ്കിൽ കൊലോസ്യ ലേഖനം സഭയുടെ ക്രിസ്തു. അപ്പൊ അത് നമ്മൾ 1-ാം അധ്യായത്തിൽ വളരെ ശക്തമായി ചിന്തിച്ചു. 15-ാം വാക്യം തൊട്ട് നമ്മൾ ചിന്തിച്ചു. 1-ന്റെ-15 അവിടെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ്വ സൃഷ്ടിക്ക് ആദ്യജാതനുമാകുന്നു,
സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും ക്രിസ്തു മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. ക്രിസ്തു മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു സർവ്വത്തിനു മുമ്പേ ഉള്ളവൻ, ക്രിസ്തു സകലത്തിനും ആധാരമായിരിക്കുന്നു. ക്രിസ്തു സഭ എന്ന ശരീരത്തിന്റെ തലയാകുന്നു. ക്രിസ്തു സകലത്തിലും തൻ മുമ്പനാടുന്നതിന് അവൻ ആരംഭവും മനുഷ്യരുടെ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാവുന്നു. അവനിൽ സർവ്വസമ്പൂർണതയും വസിപ്പാനും. അപ്പം അതാണ് വീണ്ടും ഇവിടെ 2-ാം അധ്യായത്തിൽ പറയുന്നത്, ക്രിസ്തുവിലല്ലയോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി. അപ്പൊ 1-ാം അധ്യായം 15 വാക്യങ്ങൾ നമ്മൾ വളരെ ടൈം എടുത്ത് ചിന്തിച്ചാണ് ആ ഭാഗങ്ങൾ. ക്രൈസ്റ്റ് സുപ്രീമസി, ക്രിസ്തു. അപ്പോസ്തലൻ ഈ ഞാൻ ആവർത്തിച്ച് പറയുന്ന ഈ ദുരുപദേശങ്ങൾക്കെതിരെ എല്ലാ ഫിലോസഫിയും ഒരിക്കലും ചിന്തിക്കരുത് അപ്പോസ്തലൻ ഫിലോസഫിക്കെതിരാണെന്ന്. ഫിലോസഫിക്കെതിരല്ല, പക്ഷേ ദൈവസഭയെ കവർന്നെടുക്കാൻ വരുന്ന ലോകാധിഷ്ഠിതമായ തത്വജ്ഞാനികളോട് അപ്പോസ്തലൻ ശക്തമായി എതിർക്കുകയാണ്. കാരണം അതിനകത്തൊരു കവർച്ച, ചതി ഉദ്ദേശമായി വന്നുകൊണ്ടാണ്. ഒരാളുടെ ജീവിതത്തിൽ സെൽഫ് ഡിസിപ്ലിൻ ഉള്ളത് അപ്പോസ്തലനെതിരല്ല. സെൽഫ് ഡിസിപ്ലിൻ ആവശ്യമാണ്, പക്ഷെ സെൽഫ് ഡിസിപ്ലിനിലൂടെ വിശുദ്ധി കൈവരിക്കാമെന്നുള്ള ആ കവർച്ച, ആ ചതി, അതിനെ അപ്പോസ്തലൻ എതിർക്കുകയാണ്. നമുക്ക് ദൈവം ദർശനങ്ങളെ തരും, നമുക്ക് ദൈവം ആലോചനകളെ തരും, ദൈവം നമ്മോട് വ്യക്തിപരമായി ഇടപെടുന്ന ദൈവം. പക്ഷെ അത് ക്രിസ്തുവിന് മീതെയല്ല. ഒരു ദർശനങ്ങളും ക്രിസ്തുവിന്റെ സർവാധിപത്യത്തിന് മീതെയല്ല. അതൊരു പുതിയ ഉപദേശത്തിന് അല്ല കാരണമാകുന്നു. ഇതൊക്കെ പിന്നെ നിഗൂഢമായത്, ഇതൊക്കെ പിന്നെ യഹൂദ മര്യാദ, ആചാരങ്ങൾ, പ്രമാണങ്ങൾ, ഇവയിലൂടെ ഒരു രക്ഷ സാധ്യമായതുകൊണ്ടാണ്, ഇവയിലൂടെ ഒരു നീതീകരണം സാധ്യമായതുകൊണ്ടാണ് ക്രിസ്തുവിന് നമുക്ക് വേണ്ടി പരമയാഗമായി തീരട്ടെ. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ, ഈ ഏത് ദുരുപദേശങ്ങളെ എടുത്താൽ സഭയ്ക്കകത്ത്, കൊലോസ്യ സഭയ്ക്കകത്ത് കടന്നുകൂടിയ ഏത് ഫോൾസ് ടീച്ചിങ്ങിനെ എടുത്ത് ലക്ഷ്യം വെക്കുന്നത് ഇവരിലുള്ള ക്രിസ്തുവിനെ കവരുവാന്നുള്ളതാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ വളരെ വ്യക്തമായി ചിന്തിച്ചു. ചതി ചതി ചതി. എന്താണ് ഈ ചതി? നാം മറ്റു കാര്യങ്ങളിലാണ് ചതിയെക്കുറിച്ച് വലിയ ചതിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ വിചാരം ഭയങ്കര. പക്ഷെ യഥാർത്ഥ ചതി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. കവർച്ച. എന്ത് കവരാനായി ഈ ഉപദേശമായിട്ട് വരുന്നേ? അത് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യരോട് പറയുന്ന പോലെ, താൻ ഭയപ്പെടുന്നത് എന്തുവാണ്? ക്രിസ്തുവിനോടുള്ള നിങ്ങളുടെ ഏകാഗ്രത കൈവിട്ടു പോകും. അവരൊക്കെ ഏറ്റവും വലുതായി കണ്ടത് അതാ. ഇന്നത്തെ തലമുറ അതൊന്നും വലുതായി കാണുന്നേ. പക്ഷെ അപ്പോസ്തലന്മാർ ഏറ്റവും വലുതായി കാണുന്നത് ക്രിസ്തുവിനോട് ജോലിയുടെ ഏകാഗ്രതയല്ല, കുടുംബത്തോടുള്ള ഏകാഗ്രത എല്ലാത്തിനും വേണം. പഠനത്തോടുള്ള ഏകാഗ്രത, അതെല്ലാം ആവശ്യമാണ്. പക്ഷേ അതിന്റെയൊക്കെ മീതെയാണ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത. അതിന് ഏറ്റവും വലുതായി കണ്ടു. അതുകൊണ്ടാണ് അപ്പോസ്തലൻ ഇത്ര ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചത്. പ്രധാനമായി ഇതിന് മറുമരുന്നായി താൻ വെക്കുന്നത് ക്രൈസ്റ്റ്, ജീസസിന്റെ സുപ്രീമസി, പരമാധികാരം, അതിശ്രേഷ്ഠത, ഔന്നിത്യം. അതാണ് 1-ാം അധ്യായം 15 വാക്യങ്ങൾ നമ്മൾ ചിന്തിച്ചത്. അവരുടെ മുമ്പിൽ അത് വളരെ ശക്തമായി പ്രതിപാദിക്കുകയാണ്. 2, അപ്പോസ്തലൻ പ്രധാനമായി മുന്നിൽ വെക്കുന്നത് ദ സഫിഷ്യൻസി ഓഫ് ക്രൈസ്റ്റ് ഇൻ ബിലീവേഴ്സ് ലൈഫ്. ദൈവമക്കളുടെ ജീവിതത്തിൽ ക്രിസ്തു എത്ര മതിയായവനാണ്, എത്ര പര്യാപ്തമാണ് അവനിലുള്ള ആശ്രയിച്ചുള്ള ജീവിതം, അവന്റെ പ്രാപ്തി, ക്രിസ്തുവിന്റെ ശേഷി, കർത്താവിന്റെ പ്രാപ്തി, കർത്താവിന്റെ ശേഷി, കർത്താവിനുള്ള പര്യാപ്തത. അതല്ലേ നമ്മൾ പാടത്തില്ലേ? ആ സഫിഷ്യൻസിയാണ് നമ്മൾ ഈ പാട്ടായിട്ട് പാടുന്നേ. മതിയായവൻ, യേശു മതിയായവൻ, വാക്ക് മാറാത്തവൻ, അല്ലെങ്കിൽ യേശു മാറാത്തവൻ, എല്ലാം യേശുവിന്റെ സഫിഷ്യൻസിയാ. യേശുവിലായി കഴിഞ്ഞാൽ ഒരാൾക്ക് ഉറപ്പിക്കാം, അവനെന്നെ നടത്താൻ കഴിയും, അവനിൽ എന്റെ ആത്മീക ജീവിതം സമ്പൂർണമാണ്, അവനിൽ എന്റെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറപ്പെടും, എന്റെ ശരീരാത്മദേഹികൾക്ക് ദേഹം ദേഹി ആത്മാവിനെ ഒരുപോലെ പരിപാലിച്ച് നടത്താൻ ദൈവം ശക്തൻ. യേശു മതിയായ ആ സഫിഷ്യൻസി, സുപ്രീമസി നമ്മൾ ഉയർത്തുന്ന പോലെ തന്നെ, അവന്റെ പരമാധികാരത്തെ ഉയർത്തുന്ന പോലെ തന്നെ അവന്റെ പ്രാപ്തിയെ നമ്മൾ അനുഭവിക്കുക. അവന്റെ ശേഷി, കർത്താവിന്റെ പര്യാപ്തമാണ്. അവൻ എനിക്ക് മതിയായവനാണ്, അവൻ അതിനുള്ള കഴിവുണ്ട്, കരുത്തുണ്ട്, എന്നെ നടത്താൻ അവൻ അവൻ സർവശക്തനാണ്, അവൻ പരമാധികാരിയാണ്, സകലത്തിന് മുൻപേ ഉള്ളവനാണ്, അവനാണ് എല്ലാത്തിനും ആധാരമായിരിക്കുന്നത്. ക്രൈസ്റ്റ് ഈസ് സുപ്രീം എന്ന് പറയുന്ന പോലെ തന്നെ he is sufficient for me. എനിക്കവൻ മതിയായന. എന്താ ഇത്ര ഉറപ്പ്? കാരണം അതിനുള്ള പ്രാപ്തി അവനുണ്ട്, ശേഷി അവനുണ്ട്, അവൻ മതിയായവനാണ്. ഈ സുപ്രീമസി, ഈ സഫിഷ്യൻസി ക്രിസ്തുവിൽ കാണുന്ന ഒരുവനെയും ഈ ദുരുദ്ദേശങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇത് അപ്പോസ്തലൻ അറിയാവുന്നതുകൊണ്ടാണ് അപ്പോസ്തലന് മറുമരുന്ന് കൊടുക്കുന്നത്, തക്കതായ മറുപടിയോടുകൂടെ.
തക്കതായ ദൈവ ജ്ഞാനം. അപ്പോസ്തലൻ എവിടെ ജ്ഞാനമൊക്കെ കിട്ടിയേ? അപ്പോസ്തലൻ പറഞ്ഞല്ലോ, ക്രിസ്തുവിൽ നിഗൂഢമായിരിക്കുന്ന ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും എന്താ നിധികളാ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാ എഫെസ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോ, കൊലോസ്യർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒക്കെ പ്രാർത്ഥിച്ച കർത്താവ് സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങൾ നിറച്ചിരിക്കുന്നു, അവിടുന്ന് ജ്ഞാനത്തിന്റെ പരിജ്ഞാനത്തിന്റെ വചനങ്ങളെ കൊടുക്കണമേ, വെളിപ്പെടുത്തണമേ, വെളിപ്പാടുള്ള ഇതെല്ലാം അപ്പോസ്തലൻ പ്രാർത്ഥന അനുഭവിക്കുന്ന. ഞാൻ ആഗ്രഹിക്കുന്നു സഭയും ഇത്, ദൈവമക്കൾ ഓരോരുത്തരും ഇത് അനുഭവിക്കണം. ആ ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും വചനങ്ങളെ പ്രാപിച്ച നിധികളെ പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന അപ്പോസ്തലൻ പറയുകയാണ്, അതിനകത്ത് ഞാൻ അനുഭവിക്കുന്ന ഏറ്റവും ഒരു വലിയ അനുഗ്രഹം ഞാൻ നിങ്ങളോട് പറയാം. ക്രിസ്തുവിന്റെ സുപ്രീമസി, പരമാധികാരം എന്നെ ഈ കാരാഗ്രഹ നടുവിലും നീറോയെ ഭയപ്പെടുവാൻ, കൈസറെ ഭയപ്പെടുവാൻ അനുവദിക്കുന്നില്ല. ക്രിസ്തുവിന്റെ ആ പരമാധികാരത്തിന്റെ കീഴിലാണ് റോമൻ ചക്രവർത്തിമാർന്നുള്ള ബോധ്യം എനിക്കുള്ളത് കൊണ്ട്, ഇവിടെയും അവൻ എനിക്ക് മതിയായെന്നുള്ള വിശ്വാസം എനിക്കുള്ളത് കൊണ്ട്, എനിക്ക് ആരുടെയും മുൻപിൽ കൈ നീട്ടേണ്ട, അല്ലെങ്കിൽ ആരുടെയും മുമ്പിൽ തല കുനിക്കേണ്ട, എന്റെ ജീവിതം വൃഥാവാൻ ചിന്തിക്കേണ്ട കാര്യം എനിക്ക്. അപ്പോസ്തലന്റെ പ്രധാന എന്തുകൊണ്ടേ നമ്മൾ മുമ്പേ പറഞ്ഞ ആ ദുരുപദേശങ്ങൾക്കെതിരെയുള്ള അപ്പോസ്തലന്റെ മറുപടികളാണ് ഈ കത്തിന്റെ ഉള്ളടക്കം. ക്രൈസ്റ്റ് സുപ്രീമസി ആൻഡ് ക്രൈസ്റ്റ് സഫിഷ്യൻസി. മൂന്നാമത്തേതാ, നമ്മൾ 3-ാം അധ്യായത്തിലാണ് അത് ചിന്തിക്കാൻ പോകുന്നത്. എന്താ പറയുക, സെറ്റിംഗ് വൺസ് മൈൻഡ് ഓൺ തിങ്സ് അബൌവ്. ഉയരത്തിലുള്ളതിലേക്ക് ഒരുവന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. ക്രിസ്തുവിലുള്ള പരമാധികാരവും ക്രിസ്തുവിലുള്ള പര്യാപ്തതയും അനുഭവിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായും അവനറിയാം, ഇനി എന്റെ കണ്ണുകൾ താഴേക്കല്ല, ചുറ്റുപാടിലേക്കല്ല ഉയർത്തേണ്ടത്, എന്നിലേക്കല്ല, പിന്നെയോ കണ്ണുകൾ മുകളിലേക്ക്. എവിടെ കർത്താവ് വസിക്കുന്നുവോ അവിടേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തി എന്റെ ലക്ഷ്യം അതായിരിക്കണം എന്നുള്ളതാണ് അപ്പോസ്തലൻ പ്രധാനമായി വെക്കുന്ന 3 പോയിന്റ്. അതിനെ അടിസ്ഥാനമാക്കിയാണ് വിശദീകരിക്കുന്നതും സംസാരിക്കുന്നത്. ഞാൻ ആവർത്തിക്കുന്നതിൽ എനിക്ക് ഒട്ടും മടുക്കില്ല, കാരണം എനിക്കറിയാം ലേഖനങ്ങളൊക്കെ ഒത്തിരി ആവർത്തിച്ചെങ്കിലേ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഉടക്കി നിൽക്കത്തുള്ളൂ. അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് അറിഞ്ഞു തന്നെയാണ് ഈ വചനങ്ങളെ ചിന്തിക്കുന്നത്. അതുകൊണ്ട് വീണ്ടും വീണ്ടും പറയുകയാണ്, മറന്നു പോകാതെ, മടുത്തു പോകാതെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധ വെക്കാം. ക്രൈസ്റ്റ്, എല്ലാവരും ചേർന്ന് ഒന്ന് പറഞ്ഞാട്ടെ, ക്രൈസ്റ്റ് സുപ്രീമസി, ക്രിസ്തുവിന്റെ അതിശ്രേഷ്ഠത, പരമാധികാരം. 2, ക്രൈസ്റ്റ് സഫിഷ്യൻസി, ക്രിസ്തുവിന്റെ പര്യാപ്തത. 3, എന്താ പറയുക, സെറ്റിംഗ് വൺസ് മൈൻഡ് ഓൺ തിങ്സ്, ഉയരത്തിലേക്ക് നോക്കുക, ഉയരത്തിലേക്ക് ശ്രദ്ധ വെക്കുക. ക്രിസ്തുവിൽ പരമാധികാരം കാണുന്നു, അനുഭവിക്കുന്നു. അവൻ ക്രിസ്തുവിൽ പര്യാപ്തത അനുഭവിക്കുന്നു. ക്രിസ്തു ഇരിക്കുന്ന ഉയരങ്ങളിലേക്ക് ഞാൻ എന്റെ കണ്ണുകൾ ഉയർത്തും. പിന്നെ ഇവിടെ മാനുഷിക തത്വജ്ഞാനമെല്ലാം നമ്മുടെ അടുത്ത് ചെലവാകുമോ? ചെലവാകത്തില്ല. യഹൂദ ആചാര നയപ്രമാണത്തിന്റെ ആചരണം ചെലവാകുമോ? ഇല്ല. നമ്മുടെ അടുത്ത് ആജ്ഞേയവാദം അല്ലെങ്കിൽ രഹസ്യമായി കണ്ട നിഗൂഢതയുടെ വലിയ കാര്യങ്ങൾ സഭയിൽ ചെലവാകുമോ? ഇല്ല. നമ്മുടെ അടുത്ത് കഠിനവ്രതത്താൽ ശരീരത്തെ ദണ്ഡിപ്പിച്ചുകൊണ്ടൊരു വിശുദ്ധി പ്രാപിക്കും നമ്മുടെ അടുത്ത് ചെലവാകുമോ? ഇല്ല. കാരണം നമുക്കറിയാം, ക്രിസ്തുവിൽ ഞാൻ എന്റെ വിശുദ്ധി ആത്മാവിൽ പ്രാപിച്ചിരിക്കുന്നെങ്കിൽ എന്റെ ശരീരത്തിന്റെ വിശുദ്ധി പറഞ്ഞോ ക്രിസ്തുവിലൂടെ മാത്രമേ സാധ്യമാണ്. പക്ഷെ ക്രിസ്തുവിൽ സഫിഷ്യൻസി ഇല്ലാത്ത ഒരാൾക്ക്, ക്രിസ്തുവിൽ സുപ്രീമസി കണ്ടെത്തിയ ഒരാൾക്ക് കാരാഗ്രഹം ഭയമായി പോകും. ക്രിസ്തുവിൽ സുപ്രീമസി, പരമാധികാരം കാണാത്ത ഒരാൾക്ക് നിസ്സാരമായ കാര്യങ്ങൾ പോലും ഭയപ്പെട്ടു പോകും. പക്ഷേ സാരമായത് അപ്പോസ്തലന്മാർക്ക് വന്നവർ ഭയപ്പെടാനത്, അവരെന്തു പ്രസംഗിച്ചോ, എന്തു പഠിപ്പിച്ചോ, അതവരുടെ ജീവിതത്തിൽ അവരെ അനുഭവമാക്കി. അതാണ് അതിന്റെ ഏറ്റവും വലിയ. അങ്ങനെയുള്ളവരെ അവർക്ക് പ്രാപിച്ച വെളിപ്പാടുകൾ സഭയ്ക്ക് പ്രയോജനപ്പെട്ടു. അല്ലെങ്കിൽ അത് ചീർപ്പിച്ചേനെ, അവരുടെ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ ആഴ്ച നമ്മുടെ പ്രിയ റോണി ദൈവവചനം പറഞ്ഞപ്പോൾ ബാലൻസ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചാണോ അല്ലെ? ദൈവവചനത്തിന്റെ ആ അറിവ് വേണം, ആ ജ്ഞാനം വേണം. അതോടൊപ്പം തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ നടത്തിപ്പ് ആവശ്യമാണ്. പരിശുദ്ധാത്മാവിന്റെ ആ ഗൈഡൻസും വചനത്തിന്റെ പരിജ്ഞാനവും കൂടെ ഒന്നിച്ചു ചേരുമ്പോൾ അത് വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് മാറും. അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ പ്രയോജനപ്പെടും. മറ്റുള്ളവർക്ക് നാം പറയുന്നത് മനസ്സിലാകും, അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റും. ജീവിതത്തിൽ അത് അവർക്കും പ്രയോജനപ്പെടും. അത് പഫ്ഡപ്പ് ആവത്തില്ല, അത് ചീർപ്പിക്കത്തില്ല. അതുകൊണ്ട് ഈ ദൈവഭാഗങ്ങളെ എപ്പോ കൊള്ളോസ് ലേഖനം പഠിച്ചാലും ഈ പോയിന്റ്സുകളെ മനസ്സിൽ വെച്ചോണം. അത് മനസ്സിൽ വെച്ചിട്ട് പിന്നെ വായിക്കുമ്പോൾ ഈസിയാണ് നമുക്ക് ഗ്രഹിക്കാൻ. അങ്ങനെ നമ്മൾ കൺക്ലൂഡ് ചെയ്ത് എന്ത് പറഞ്ഞാ കൺക്ലൂഡ് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കും, ഇറ്റ്സ് അബൌട്ട് റിലേഷൻഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ആൻഡ് ദ ട്രാൻസ്ഫോർമേഷൻ ദാറ്റ് ബ്രിങ്സ് ടു അവർ ഹാർട്ട്സ് ആൻഡ് ലൈഫ്സ്. ഇതെന്താണ് ഈ പറയുന്നതല്ല? എന്തോ വയലൂന്നുക, ക്രിസ്തുവിൽ അടിസ്ഥാനപ്പെടുക, അവരുമായുള്ള കൂട്ടായ്മയിൽ നടക്കുക എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ ജീവിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിനും ജീവിതത്തിനും
അവൻ വരുത്തുന്ന രൂപാന്തരം അനുഭവിച്ച് മുന്നോട്ട് പോകും. ക്രിസ്തുമായ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ 101% ഉറപ്പിച്ചോ, ആ വ്യക്തിയുടെ ജീവിതത്തിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും. There is no relationship, there will be no transformation. ബന്ധമുണ്ടെങ്കിൽ മാത്രമേ, അറിവുണ്ടോ ഒന്നും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തില്ല. എന്തെല്ലാം കാണാൻ പഠിച്ചാലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തില്ല. എത്രയെല്ലാം ജ്ഞാനം സമ്പാദിച്ചാലും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകത്തില്ല. പിന്നെയോ റിലേഷൻഷിപ്പ്, ക്രിസ്തുവുമായുള്ള വ്യക്തിപരം, അതിനാണ് വേരൂന്നുക, കൂട്ടായ്മയിൽ നടക്കുക, അടിസ്ഥാനപ്പെടുക. ക്രിസ്തുവിനെ നിങ്ങളുടെ അടിസ്ഥാനമായിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായുള്ള നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ അത് നിങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ എന്ത് പറയേണ്ടത്, ആ റിലേഷൻഷിപ്പിന് വേണ്ടിയാണ് നമ്മൾ എഫോർട്ട് ഇടണ്ടേ. അപ്പോഴാണ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത്. എനിക്കിത് മാറണം, ഞാനിനിയും കള്ളം പറയത്തില്ല, ഞാനിനിയും സിഗരറ്റ് വലിക്കത്തില്ല, ഞാനിനിയും മദ്യപിക്കത്തില്ല, ഞാനിനിയും അവരോട് കൂട്ടുകൂടത്തില്ല, ഞാനിനിയും ചീത്ത പറയത്തില്ല, ഇന്ന് പറയത്തില്ല. എന്നിട്ട് ഇന്നത്തെ ആൾക്കാർ മോട്ടിവേറ്റേഴ്സ് ഒക്കെ പഠിപ്പിച്ചു വെച്ചേക്കുന്ന പോലെ രാവിലെ കണ്ണാടിയിലോട്ട് നോക്കിയിട്ട് യെസ് ഐ ക്യാൻ. അത് ശരിക്കും വചനത്തെ ഞാൻ ഓർക്കണം, മോട്ടിവേഷൻ പോലും എവിടെ കൊണ്ട് എത്തിക്കുന്നോ. അതായത് എങ്ങനെ കളിച്ചാലും അത് ക്രിസ്തുവിനെ റീപ്ലേസ് ചെയ്യാനാ നോക്കുന്നത്. എന്താണ് എല്ലാ ദിവസവും അപ്പോസ്തലൻ പൗലോസ് പറഞ്ഞ, എനിക്ക് എങ്ങനെ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം എനിക്ക് താഴ്ചയിലും സമൃദ്ധിയിലും രോഗത്തിലും ഒരിക്കലും അയക്കാൻ എന്നല്ല പറഞ്ഞത്, അവൻ എന്നിലൂടെ ചെയ്തെടുക്കാൻ കഴിയും. അതിന് നമ്മള് എന്താ പറയണ്ടേ, ഒന്നും നോക്കാതെ വീഴുന്നല്ലേ. TV കാണുന്ന, മൊബൈലിൽ കാണുന്ന എല്ലാം മോട്ടിവേഷൻ എടുത്ത് വിഴുങ്ങിക്കളയല്ലേ. രാവിലെ കണ്ണാടി നോക്കി നിന്നിട്ട് എനിക്ക് പറ്റും, ഐ ക്യാൻ. രാവിലെ ഒരുങ്ങി ഇന്റർവ്യൂവിന് പോകുമ്പോൾ, രാവിലെ ഒരുങ്ങി ജോലിക്ക് പോകുമ്പോൾ, രാവിലെ ഒരുങ്ങി മറ്റു കാര്യങ്ങൾക്ക് പോകുമ്പോൾ നമ്മളെ തന്നെ നോക്കി നമ്മുടെ മിടുക്ക് സാമർത്ഥ്യമൊക്കെ നോക്കിയിട്ട് ഐ ക്യാൻ എന്ന് പറഞ്ഞു പോകല്ലേ. ദൈവമക്കൾ ദൈവത്തെ ഓർത്ത് പോകരുത്. യു കാൺട്ട്. നമുക്ക് നടക്കത്തില്ല. നമ്മളെല്ലാ ദിവസവും പറയണം, നമ്മൾ ഉള്ളത്തോടാ പറയണ്ടേ. കണ്ണാടി നോക്കി നമ്മുടെ ശരീരത്തോടല്ല പറയണ്ടേ, കണ്ണാടി നോക്കി നമ്മുടെ മുഖത്തോടല്ല പറയണ്ടേ. ഭക്തന്മാർ വിളിച്ചു പറഞ്ഞ പോലെ, എന്റെ ഉള്ളമേ നീ ഒന്ന് അടങ്ങ്, നീ ഒന്ന് സ്വസ്ഥമായിരിക്ക്. ദൈവത്തിന് നിനക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ കഴിയും. അവന് നിന്നെ വാർത്തെടുക്കാൻ കഴിയും. നിന്റെ ഈ കള്ളം പറയുന്ന സ്വഭാവത്തെ മാറ്റാൻ കഴിയും. നിനക്ക് എത്ര ശ്രമിച്ചിട്ടും മാറ്റാൻ കഴിയാത്ത ഈ ശണ്ടയിടുന്ന സ്വഭാവത്തെ മാറ്റാൻ കർത്താവിന് കഴിയും. എത്ര ശ്രമിച്ചിട്ടും അതെ നിന്റെ വായിൽ നിന്ന് മാറിപ്പോത്ത അസഭ്യ വാക്കുകളെ മാറ്റാൻ കർത്താവിന് കഴിയുമെന്ന് കണ്ണാടി നോക്കി മുഖത്തോടല്ല പറയണ്ടേ, ഉള്ളത്തോട് പറയണം. വ്യക്തി ദേഹിയോട് പറയണം, എനിക്ക് കഴിയത്തില്ല, പക്ഷെ ദൈവത്തിന് കഴിയും. രണ്ടും തമ്മിൽ ആകാശ ഭൂമിയുള്ള വ്യത്യാസമുണ്ട്. ലോകത്തിന്റെ തത്വം പറഞ്ഞു നിനക്ക് കഴിയും, ദൈവത്തിന്റെ വചനം പറഞ്ഞു നിനക്ക് കഴിയത്തില്ല, പക്ഷെ നിന്നിൽ അത് ചെയ്തെടുപ്പാൻ ദൈവത്തിന് കഴിയും. അപ്പോഴാണ് വിജയം കണ്ടെത്തുന്നത്. അതുകൊണ്ട് അങ്ങനെ വരുമ്പോൾ ദൈവത്തിന്റെ മഹത്വം നമുക്ക് കാണാൻ കഴിയും, ട്രാൻസ്ഫോർമേഷൻ കാണാൻ കഴിയും. അതിന് എഫോർട്ട് ഇടേണ്ടതുണ്ടല്ലോ, വാക്കുകളുടെ പ്രയോഗത്തിലല്ല എഫോർട്ട് ഇടണ്ടേ. എഫോർട്ട് പ്രയത്നിക്കേണ്ട എവിടെയാണെന്ന് വെച്ചാൽ ക്രിസ്തുവുമായുള്ള ബന്ധം ഡെയിലി ബേസിസിൽ ദിനം തോറും ക്രിസ്തുവുമായുള്ള റിലേഷൻഷിപ്പിനെ സ്ട്രോങ് ആക്കാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ അതിന്റെ അനന്തര ഫലമാണ് വ്യാജം മാറുന്നു, അതിന്റെ അനന്തര ഫലമാണ് ശണ്ട മാറുന്നു, അതിന്റെ അനന്തര ഫലമാണ് അസൂയ നീങ്ങിപ്പോകുന്നു, അതിന്റെ അനന്തര ഫലമാണ് അതെ നമ്മുടെ ദുഷിച്ച കൂട്ടുകെട്ടുകൾ മാറുന്നു. നമുക്ക് സ്വയം നിയന്ത്രിച്ചെടുക്കാൻ കഴിയാത്തത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ അവിടെയാണ് എഫോർട്ട് ഇടേണ്ടത്. അല്ലാതെ ഞാൻ 10 പ്രാവശ്യം ആവർത്തിച്ച് ഞാൻ ഇനിയും കള്ളം പറയത്തില്ല, ഞാൻ അങ്ങനെ കള്ളം പറയാൻ എനിക്ക് പറ്റത്തില്ല. എന്റെ വാക്ക് കൊണ്ടൊന്നും നടക്കത്തില്ല. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ദൈവം എനിക്ക് ക്രിസ്തുവിനോട് ബന്ധപ്പെട്ട് നിൽക്കുവാൻ, ചേർന്ന് നിൽക്കുവാൻ തന്നിരിക്കുന്ന ആത്മീകമായ കൂട്ടായ്മകളെ, വചനങ്ങളെ, ദൈവം എന്നോട് സംസാരിക്കുന്ന മുഖാന്തരങ്ങളെ എത്ര പ്രതിസന്ധികളെ അതിജീവിച്ച് ഞാനത് മുതലാക്കും, ഞാനത് ഭക്ഷിക്കും, ഞാനത് പ്രാപിക്കും. ഞാൻ ക്രിസ്തുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കും. ക്രിസ്തുവിന്റെ അവന്റെ പരമാധികാരവും അവന്റെ പ്രാപ്തിയെ കുറിച്ച് ഞാൻ അറിഞ്ഞ് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ ഞാൻ വേരൂന്നും, അല്ലെങ്കിൽ ഞാൻ ചേർന്ന് അടുത്തു വരുമ്പോൾ എന്ത് സംഭവിക്കും? അവന്റെ ആത്മാവിനാൽ ഞാൻ നയിക്കപ്പെടുമ്പോൾ ഞാൻ കിണഞ്ഞു പരിശ്രമിച്ചിട്ട് മാറാത്ത എന്റെ ആ ദൂഷ്യ സ്വഭാവങ്ങൾ, ഹാബിറ്റുകൾക്ക് മാറ്റം. എന്റെ ശീലങ്ങളെ മാറ്റാൻ ഞാൻ പരിശ്രമിക്കുമ്പോൾ എന്റെ ശീലം മാറുന്നത് ക്രിസ്തുവുമായുള്ള എന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പിനെ ഏറ്റവും സ്ട്രോങ് ആക്കാൻ ഞാൻ ശ്രമിക്കുമ്പോഴാണ് എന്റെ ദുശീലങ്ങൾ മാറിപ്പോകും. പക്ഷെ പലപ്പോഴും എന്താ സംഭവിക്കുന്നത്? ക്രിസ്തുവുമായുള്ള ബന്ധത്തിന് തരുന്ന അവസരങ്ങൾ അതിനെ ഏതുമില്ലെന്നെണ്ണും, അതിനെ ഒന്നുമില്ലെന്നെണ്ണും, അതിനൊരു എഫോർട്ട് ഇടത്തില്ല. പണ്ട് നമ്മുടെ നാട്ടിൽ ഒരാൾ പറഞ്ഞ പോലെ, എവിടെ പോവാ? ചന്തയ്ക്ക് പോവാ, പിന്നെ പോകുന്ന വഴി സ്കൂളിൽ കൂടെ ഒന്ന് കയറണം. ചന്തയ്ക്ക് പോകുന്ന വഴി പറ്റുവാണെങ്കിൽ സ്കൂളിൽ കൂടെ ഒന്ന് കയറണം എന്ന് പറഞ്ഞ പോലെ. ഞായറാഴ്ച മറ്റു പരിപാടിയൊന്നും ഇല്ലെങ്കിൽ ഇന്ന് ചർച്ച് വരെ ഒന്ന്
പോകണം. ചൊവ്വാഴ്ച ബോറടിക്കുന്നെങ്കിൽ സൂമിൽ ഒന്ന് കയറണം. എല്ലാവരും പോലെ ഇതും ബോറടിയാ അതും ബോറടിയാ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് ഐ ക്യാൻ ഇനി മാറ്റി, ഇനി ഞാൻ കള്ളം പറയത്തില്ല, ഇനി നോക്കി ഞാൻ അവരോട് കൂടത്തില്ല, ഇനി ഞാൻ അങ്ങനെ ദേഷ്യം വരുമ്പോൾ ഞാൻ അങ്ങനെ പറയട്ടെ, ഒന്നും നടക്കാൻ പോണില്ല. നടക്കാത്ത സ്വപ്നങ്ങൾ അതൊക്കെ. ആത്മാവിനനുസരിച്ച് നടക്കണമെങ്കിൽ അതിന്റെ അർത്ഥം ക്രിസ്തുവുമായുള്ള കൂട്ടായ്മയിൽ നടക്കുമ്പോഴാണ് നമുക്ക് പരിശുദ്ധാത്മാവിന്റെ മൃദുസ്വരം പോലും കേൾക്കാൻ കഴിയും. അതുകൊണ്ടാ കർത്താവ് വ്യക്തമായി പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളിയാണ്, നിങ്ങൾ കൊമ്പുകളാണ്, നിങ്ങൾ എന്നിൽ വസിക്കേ. ഞാൻ നിങ്ങളും കൂടെ ഒന്നിച്ച് വസിച്ചെങ്കിൽ വില നടക്കത്തതേ. അങ്ങനെ നമ്മൾ ഒന്നിച്ച് വസിക്കുമ്പം അപ്പൊ ഈ ഫലം കായ്ക്കാൻ വേണ്ടിയല്ല നമ്മൾ യത്നിക്കേണ്ടത്, ക്രിസ്തുവുമായി വസിക്കാൻ വേണ്ടിയാണ് നമ്മൾ എഫോർട്ട് ഇടേണ്ടത്. അപ്പോഴതിന്റെ ഔട്ട്കമാണ് ഫ്രൂട്ട്. നമ്മുടെയൊക്കെ എങ്ങനെ ചെടികളും വൃക്ഷങ്ങളും ഒക്കെ നട്ടിട്ട് എന്നും ഫലം കായ്ക്കാൻ പറഞ്ഞ് എന്തോ ചെയ്യുമോ നമ്മൾ ചെയ്യുന്ന ചെടിയെ? എന്തോ ഈ ഫ്രൂട്ട് ഉണ്ടാകാൻ വേണ്ടി നമ്മൾ എല്ലാ ദിവസവും അതിന്റെ മൂട്ടി പോയെന്ന് പറയോ ഫലം കായ്ക്കട്ടെ നാളെ അല്ല, നമ്മൾ അതിന് വേണ്ട വളവും വെള്ളവും തണലും വെയിലും സമസമം ബാലൻസ് ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്കമാണ് അതിനുള്ള ഫ്രൂട്ട്. അല്ല, ഫ്രൂട്ട് ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ആരെയും ഞെക്കി പഠിപ്പിക്കാൻ പറ്റത്തില്ല. ഫ്രൂട്ട് ഉണ്ടാകണമെങ്കിൽ അത് ചേർന്ന് നിൽക്കേണ്ട വേരുണ്ട്, മണ്ണുണ്ട്, വളമുണ്ട്, വെള്ളമുണ്ട്, വെയിലുണ്ട്, തണലുണ്ട്. പക്ഷെ നമുക്ക് ഫലം കായ്ക്കണമെങ്കിൽ ഇതൊന്നും വേണ്ടെന്നാണ് നമ്മൾ കരുതിയേക്കണേ. അതുകൊണ്ടാ കർത്താവ് പറഞ്ഞേ, എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് കണ്ണാടി നോക്കിയിട്ട് നിങ്ങൾക്ക് കഴിയും, ഇന്ന് കായ്ച്ചില്ല നാളെ കായ്ക്കുമെന്ന് പറയാൻ കർത്താവ് പഠിപ്പിച്ചില്ല. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ശ്രമിക്കുക, നിങ്ങൾ ആവോളം നിങ്ങൾ ശ്രമിക്കേണ്ടത് നിങ്ങൾ എന്നോട് ചേർന്ന് വസിപ്പാൻ. നിങ്ങൾ എപ്പോഴും മനസ്സിൽ നിങ്ങളോട് പറയേണ്ടത് ജസ്റ്റ് ഓപ്പോസിറ്റാ കർത്താവ് പറഞ്ഞത്, എന്നിൽ വസിച്ചില്ലേ പോക്കാന്നാ പറഞ്ഞേ. അല്ലാതെ കർത്താവിൽ വസിക്കിച്ചാൽ മാത്രമേ നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആകത്തുള്ളൂ. അധികം ഫലം കായ്ക്കും, അധികം ഫലം കായ്ക്കും. പിന്നെ ഞാൻ നിങ്ങളെ പ്രൂൺ ചെയ്യും, നിങ്ങളെ ചെത്തി വെടിപ്പാക്കും, എന്റെ വചനത്താൽ വീണ്ടും ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കും, എന്റെ സാന്നിധ്യം കൊണ്ട് വീണ്ടും ഞാൻ നിങ്ങളെ ക്ലീൻ ചെയ്യും. പ്രൂൺ ചെയ്ത് നിങ്ങൾ ഫ്രൂട്ട്ഫുൾ ആയിക്കൊണ്ടേ. അപ്പൊ എന്തോ നമ്മൾ മനസ്സിലാക്കുന്നത്, നമുക്കൊരു കാര്യം മനസ്സിലാവും, ഫ്രൂട്ട്ഫുൾ ആകാൻ വേണ്ടി നമ്മള് യത്നിച്ചതല്ല, പിന്നെയോ ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാൻ ആ ഏകാഗ്രതയിൽ ആ റിലേഷൻഷിപ്പിൽ വസിച്ചപ്പോൾ അതിന്റെ ഔട്ട്കമാണ് എന്റെ ലൈഫിന്റെ ട്രാൻസ്ഫോർമേഷൻ. എന്റെ ഹൃദയത്തിനും എന്റെ ജീവിതത്തിനും രണ്ടും ഒരുപോലെയാണ്. എന്റെ ഹൃദയത്തിൽ കവടം വെച്ചുകൊണ്ട് ജീവിതത്തിൽ ചെയ്താൽ പറ്റത്തില്ല. പിന്നെ എന്റെ ഹൃദയം മൊത്തം ശുദ്ധമാണ്, ജീവിതത്തിലൊരു ഗുണമില്ലെങ്കിൽ ഇത് രണ്ടും നടക്കത്തില്ല. എന്റെ ഹൃദയത്തിനും, എന്റെ ചിന്തകൾക്കും വിചാരങ്ങൾക്കും നിർണയങ്ങൾക്കും എല്ലാം, എന്റെ ഹൃദയത്തിനും എന്റെ ജീവിതത്തിനും എനിക്ക് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നത് ക്രിസ്തുവുമായുള്ള എന്റെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ ഞാൻ അധികം മുന്നോട്ട് പോകുന്നത്. ഇതിന് പറയുന്നതാണ് കൂട്ടായ്മയിൽ നടക്ക്, വേരൂന്ന്, അടിസ്ഥാനപ്പെട്, ഇതിന്റെ എല്ലാം കൂടെ ആകത്തുകയാണ്. ഓക്കെ, ഇത് നമ്മൾ ചിന്തിച്ചു. പിന്നെ നമ്മൾ ചിന്തിച്ചു നിർത്തിയത് 2:10 വാക്യം വരെ നമ്മൾ അങ്ങനെ ചിന്തിച്ചു നിർത്തി. അങ്ങനെ ഞാനതൊക്കെ വളരെ ആഴമായി ചിന്തിച്ചു. അങ്ങനെ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ ക്രിസ്തുവിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അതായത് നിങ്ങളുടെ അടുത്തോട്ട് ഇനി വേറെ ഈ മേൽ പറഞ്ഞ ഒന്നും കൊണ്ടിടണ്ട. അപ്പൊ നിങ്ങൾ ചിന്തിച്ചോണം, ഞങ്ങൾക്ക് ഇനി ന്യായപ്രമാണോട് ആചരിക്കേണ്ട കാര്യമില്ല. കാരണം വചനം പറയുന്നു, എല്ലാ വാഴ്ചയ്ക്കും അധികാര തലയായ ക്രിസ്തുവിൽ ഞങ്ങൾ പരിപൂർണരായിരിക്കുന്നു. പരിപൂർണരല്ലെങ്കിൽ പോരെ ഇതൊക്കെ? പരിപൂർണരല്ലെങ്കിൽ അല്ലേ ഫിലോസഫിയുടെയും ലീഗലിസത്തിന്റെയും മിസ്റ്റിസത്തിന്റെയും അസറ്റിസത്തിന്റെയും ഒക്കെ ആവശ്യം വരുന്നേ? ഇതിന്റെ ആവശ്യമില്ല. ഞങ്ങൾ ക്രിസ്തുവിൽ ഓൾറെഡി പരിപൂർണരാ. ഞങ്ങൾക്ക് ഓൾറെഡി അതെ, രഹസ്യമായിരുന്നു. അത് ക്രിസ്തു രഹസ്യമായിരുന്നു, ഒരു മർമ്മിക രഹസ്യമായിരുന്നു, ഒരു സീക്രട്ട് ആയിരുന്നു. പക്ഷെ ഇപ്പൊ അത് വെളിപ്പെടുത്തി. അതൊക്കെ പറയുന്നത്. നമുക്ക് ഒരുക്കിയിട്ടുള്ള ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടില്ല, ഒരു ഹൃദയത്തിലോട്ട് തോന്നിയിട്ടുമില്ല. അടുത്തത്, എന്നാൽ ദൈവമോ നമുക്ക് തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ക്രിസ്തു വെളിപ്പെട്ടിരിക്കുക. ഇനി നിങ്ങളുടെ അടുത്ത് രഹസ്യവാദം, ആജ്ഞേയവാദം ചെലവാകത്തില്ല. ഇനി ഇല്ലാത്ത ദർശനം പറഞ്ഞ ആരും നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ കാതു കൊടുക്കരുത്. Yes, God Almighty kept Christ as a secret for a limited time, and in the due time God disclosed Christ unto us. നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി. അതുകൊണ്ട് എല്ലാവരും ആ വാക്യത്തിന്റെ പകുതി കൊണ്ടങ്ങ് പോകും. എന്തുവാ? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് കണ്ടിട്ടുള്ള ഒരു കാത് കണ്ടിട്ട് ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. അത് ശരിയാണ്. നമ്മൾ പേഴ്സണൽ റിലേഷൻഷിപ്പ് ഞാൻ സമ്മതിച്ചു, ഞാൻ അതിനെതിരല്ല.
നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി സേവിക്കുന്ന, സ്നേഹിക്കുന്ന, കർത്താവിനായി കാത്തിരിക്കുന്ന, കർത്താവിനെ വിശ്വസ്തയോടെ അല്പത്തിൽ വിശ്വസ്തനായി സേവിക്കുന്ന തന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഇവിടെ അവിടെയൊക്കെ ഒരുക്കിയിരിക്കുന്നത് ശ്രേഷ്ഠമായ പ്രതിഫലങ്ങൾ തന്നെയാണ്. പക്ഷെ ആ വചനാണല്ല പറയണേ, അതിനൊരു സംശയമില്ല. ദൈവം അതിന്റെ തൊട്ട് അടുത്ത് പറയുന്നത്, എന്നാൽ നമുക്ക് ഇപ്പോഴും മറഞ്ഞിരിക്കുന്നല്ല, നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ അത് വെളിപ്പെടുത്തി. അപ്പൊ വെളിപ്പെട്ടു. ഇപ്പൊ അവര് പറയുകയാണ്, നിങ്ങൾക്ക് വെളിപ്പെട്ടില്ല, ഞങ്ങൾക്ക് വെളിപ്പെടുന്ന പറഞ്ഞ് വരുമ്പോ നിങ്ങൾ അതിന് കാത് കൊടുക്കൽ. അതുകൊണ്ട് നിങ്ങൾ പരിപൂർണ്ണ. അപ്പൊ എന്താണ്? ക്രിസ്തുവിൽ പരമാധികാരം കണ്ടെത്തിയിരിക്കുന്നു. അവന്റെ പരമാധികാരത്തെ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ അവന്റെ പര്യാപ്തത നമുക്ക് അനുഭവമാക്കാൻ പറ്റുന്നു. അതുപോലെ തന്നെ ക്രിസ്തുവിൽ നമ്മൾ പരിപൂർണരായിരിക്കുന്ന ബോധം, വിശ്വാസം നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കും. അങ്ങനെ ആൾക്കാരെ അറിയാവോ? നമുക്ക് ലോകത്തിലെ ഭൂരിഭാഗം ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പ്രത്യേകിച്ച് ക്രൈസ്തവരുടെ ഇടയിൽ, നാമധേയ ക്രൈസ്തവരുടെ ഇടയിൽ ക്രിസ്തുവിന്റെ പരമാധികാരം അവർ പറയും, ക്രിസ്തു മതിയായനാണെന്ന് അവർ പറയും. പക്ഷെ അവർക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ആ ക്രിസ്തുവിൽ ഞങ്ങളുടെ പാപങ്ങൾ പൂർണ്ണമായി മോചിക്കപ്പെട്ട് ഞങ്ങൾ അവനിൽ പരിപൂർണരായിരിക്കുന്നു, അവനാൽ ഞങ്ങൾ വീണ്ടും പ്രാപിച്ചിരിക്കുന്നു. വിശ്വസിക്കാൻ കഴിയാത്തതുകൊണ്ടാ വീണ്ടും ജന്മം ഇല്ല എന്ന് നമ്മൾ പറയുന്നത്, അല്ലേ? അതാണ് അതിന്റെ പ്രായോഗികത. ഇത് ഞാൻ നിങ്ങളോട് ഇത് പറയുമ്പോൾ നിങ്ങൾ വ്യക്തിപരമായി ആ പരിപൂർണത ക്രിസ്തുവിൽ അനുഭവിക്കുന്നുണ്ടോ? അതാണ് അപ്പോസ്തലന്മാരെ പഠിപ്പിക്കുന്നത്. എന്നിട്ട് ആ ഭാഗങ്ങൾ ഓൾറെഡി ചിന്തിച്ചു. അത് കഴിഞ്ഞുള്ള ഭാഗമാണ് ഇനി 11-ാം വാക്യം. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടെ അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിച്ചു. 12-13 വാക്യങ്ങളാണ് ഞാൻ വായിച്ചു. ഇവിടുത്തെ ഇത് ഞാൻ തന്നെ ചില ഭാഗങ്ങൾ ലേഖനങ്ങൾ ചിന്തിച്ചപ്പം പറഞ്ഞിട്ടുണ്ട്. കർണദാസൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗങ്ങൾ നമ്മൾ ചിന്തിച്ചിട്ടുള്ളതാണെങ്കിലും വീണ്ടും ചിന്തിക്കേണ്ട ആവശ്യമാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വായിച്ച് ആ ഭാഗങ്ങളെ വ്യക്തമാക്കാം. ഇനി ആ പുസ്തകം പറയുന്നത് ഈ ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പരിച്ഛേദന യഹൂദനെ സംബന്ധിച്ച് വലിയൊരു വിഷയമാണ്. വിശ്വാസികൾക്ക് പരിച്ഛേദന ഏൽക്കണ്ടല്ലോ. അപ്പം അപ്പോസ്തലൻ നേരെ സർക്കംസിഷനുമായിട്ട് പരിച്ഛേദനയായിട്ട് സഭയെ കണക്ട് ചെയ്യുക. സഭയിൽ നടക്കാത്തൊരു പ്രക്രിയയാണ് സർക്കംസിഷൻ. സഭയിൽ കടന്നു വരുന്ന ഒരു കുഞ്ഞുങ്ങളെ, പുരുഷ പ്രജകളെയും 8-ാം നാളിൽ പരിച്ഛേദന ഏൽപ്പിക്കുന്നില്ല. എന്നാൽ ചിലരെയൊക്കെ ആ കാലഘട്ടത്തിൽ ചില പ്രത്യേക കാരണങ്ങളാൽ അത് ചെയ്തിരുന്നു. പക്ഷെ അപ്പോസ്തലൻ പരിച്ഛേദനയിലൂടെയാണ് രക്ഷപൂർവ്വം ശക്തമായി എതിർത്തിരുന്നു. ന്യായപ്രമാണം അതെല്ലാം എതിർത്തിരുന്നു. ഇനി സഭയോട് പറയുകയാണ്, നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങളുടെ ജന്മനാലുള്ള പാപ സ്വഭാവത്തെ നീക്കം ചെയ്യുന്ന ഒരാത്മീക പരിച്ഛേദന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇതൊരു ശാരീരിക പ്രക്രിയ അല്ല. എന്താ പറയാൻ കാര്യം? ശാരീരിക പ്രക്രിയയാണ് പരിച്ഛേദന. സർക്കംസിഷൻ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ പ്രൊസീജിയറാണ്, ഫിസിക്കലി നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. പക്ഷെ അപ്പോസ്തലൻ പറഞ്ഞ ഞാനൊരു പരിച്ഛേദനയെ കുറിച്ച് നിങ്ങളോട് പറയുക. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ നിങ്ങൾക്ക് എന്ത് ലഭിച്ചെന്നറിയാവോ? നിങ്ങളുടെ ജന്മനാലുള്ള പാപ സ്വഭാവത്തെ നീക്കം ചെയ്യുന്ന ഒരാത്മീക പരിച്ഛേദന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. ഇതൊരു ശാരീരിക പ്രക്രിയ അല്ല. എന്നിട്ട് ഉടനെ അത് ബാപ്റ്റിസത്തിലോട് കണക്ട് ചെയ്തു. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ സംസ്കരിക്കപ്പെടുകയും ക്രിസ്തുവിനെ മരണത്തിൽ ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസത്താൽ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് സ്നാനത്താൽ പ്രകടമാക്കുന്നത്. അപ്പം ഇവിടെ നമുക്ക് ചിന്തിക്കേണ്ട 2 കാര്യം. നമ്മളൊരു ക്യാപ്ഷൻ ചില ആഴ്ചകൾക്ക് മുമ്പ് ചിന്തിച്ചാൽ നിങ്ങൾ മറക്കല്ലേ, ഫ്രീഡം ഫ്രം റൂൾസ് ആൻഡ് ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. ചട്ടങ്ങളിൽ നിന്നുള്ള, നിയമങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും ക്രിസ്തുവിലുള്ള പുതു ജീവിതം. ഇനി എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്?
when you came to Christ, നിങ്ങൾ ക്രിസ്തുവിലായപ്പോൾ. എങ്ങനെ ക്രിസ്തുവിലായപ്പോ? യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവായി, ഒരാള് ക്രിസ്തുവിലാവുക അങ്ങനെയാണ്, യേശുവിനെ ക്രിസ്തുവായി അംഗീകരിച്ചുകൊണ്ട് മാത്രമല്ല, യേശുവിനെ ക്രിസ്തുവായി വെളിപ്പെട്ടിട്ട് ആ ക്രിസ്തുവിനെ ഒരുവന്റെ ഉള്ളിൽ അവന്റെ കർത്താവായി സ്വീകരിക്കുന്നതിനാണ് ഒരുവൻ ക്രിസ്തുവിലാകുക എന്ന് പറയും. സോ അവനെ നിങ്ങൾ സ്വീകരിച്ചപ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിലേക്കായപ്പോൾ, യു ആർ സർക്കംസൈസ്ഡ്. യു, അത് സഭയ്ക്കൊട്ടും ചേരാത്ത പദമാണ്. സഭയും സർക്കംസിഷൻ തമ്മിൽ ഒരു ബന്ധവുമില്ല. സഭയും പരിച്ഛേദനയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ആ പരിച്ഛേദന എവിടെയാ ബന്ധമുള്ളത്? ജൂവിഷ് ലോയ്ക്കകത്താണ്. അപ്പോസ്തലൻ പറയാണ്, അപ്പൊ ദൈവമക്കളെ ഓർത്തോണം, ഓരോ ദുരുപദേശത്തിനുള്ള മറുപടിയാ. അല്ലാതെ നമ്മുടെ ഇന്നത്തെ സഭയെ കാണുന്ന പോലെ, നമ്മുടെ അല്ല, പൊതുവെ ഇന്ന് ഇങ്ങനെ ഓരോ ദിവസം തരം താണുകൊണ്ടിരിക്കുമ്പോ എന്തെങ്കിലും ഒരു വേദന ഉണ്ടായിരുന്ന സങ്കീർത്തനം എടുത്തിട്ട് അതിനകത്തൂടെ പാട്ടിലൂടെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ പാട്ടിലൂടെ തന്നെ വേദനിപ്പിച്ചവർക്ക് മറുപടി കൊടുക്കുകയല്ല. അങ്ങനത്തെ ഒരു പരിപാടി ഇവർക്ക് ഇല്ല. അപ്പോസ്തലൻ പറഞ്ഞത് എന്തെങ്കിലും തിന്മയുണ്ടെ സഹിച്ചോളാനാ പറയുന്നത്. സഭയോട് പറഞ്ഞ എന്താ? എന്തെങ്കിലും തിന്മയുണ്ടായാൽ അത് കൊട്ടിഘോഷിക്കാൻ നടക്കണ്ട, അങ്ങനെ പഠിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു തിന്മയോ പ്രയാസമോ ഒക്കെ പരസ്പരം ഉണ്ടായാൽ അടുത്ത ആഴ്ച പാട്ടുപാടി സാക്ഷ്യം പറഞ്ഞ അവരെ കുത്താനല്ല പറയുന്നത്, പാസ്റ്റർ സങ്കീർത്തനം വായിച്ച് അവരെ വെട്ടാനല്ല പറയുന്നത്. അതാണ് ഇന്ന് നമ്മൾ കണ്ടുവരുന്നത്. പക്ഷെ അപ്പോസ്തലൻ വെട്ടും. അപ്പോസ്തലൻ നല്ല കുത്തും കൊടുക്കും, വെട്ടും കൊടുക്കും, നല്ല ക്ലിയർ കട്ട് ആൻസറും കൊടുക്കും. എന്തിനാണെന്നറിയാമോ? വിശ്വാസികൾ തമ്മിലുള്ള വേദനിപ്പിക്കുന്ന സംഭവങ്ങൾക്കെതിരെയല്ല, അതിന് തിരുത്തും, അതിന് ശാസ്ത്രയില്ലെന്നല്ല. പക്ഷേ ദൈവസഭയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ദുരുപദേശകൾക്കെതിരെ വാളെടുക്കാൻ അപ്പോസ്തലന് ഒരു മടിയില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് സഭ എത്ര മലിനപ്പെട്ടാലും എനിക്ക് പ്രശ്നം, എന്നെ എന്റെ പിള്ളേരെ തൊട്ടാൽ ഞാൻ ഇതുവരെ പറയും. അപ്പം ക്രിസ്തുവിൽ പോയാൽ പഴയ ആളിന് എണ്ണീറ്റ് വരും. ഈ പുതിയതായെന്ന് പറഞ്ഞ ആളില്ലേ, ക്രിസ്തുവിൽ ഇപ്പം പുതിയതായെന്ന് പറഞ്ഞ ആളുടെ പഴയ രൂപം കാണണോ? കാരണം അവരുടെ ഭാര്യയോ പിള്ളേരെയോ ഭർത്താവിനെ തൊട്ടാൽ മതി. അപ്പൊ അവരുടെ പഴയ രൂപം സഭയെ കാണുന്ന ഒറ്റ മാർഗം അത് ചെയ്താൽ മതി. അങ്ങനെ ആരെങ്കിലും കാണുന്നില്ലേ, നിങ്ങൾ ഓർത്തണം, അത് ശരിക്കും കുഴിച്ചിടപ്പെട്ടു. മക്കളെ തൊട്ടിട്ടും പിള്ളേരെ തൊട്ടിട്ടും തിരിച്ചടികൾ ഉണ്ടായിട്ടും പഴയ ആള് പൊങ്ങി വരുന്നില്ലെങ്കിൽ ഓർത്തോ, ആള് ശരിക്കും സംസ്കരിക്കപ്പെട്ടു. എല്ലാവരുടെയും കാര്യം, എന്റെ കാര്യം എന്താ പറയാം. അപ്പോസ്തലന്റെ പ്രശ്നം എന്തെല്ലാം ആരെല്ലാം ഇളകി പറഞ്ഞാലും, അവരുപദ്രവിച്ചു, ചെമ്പ് പിടിക്കാൻ അവിശ്വസ്ത കാണിച്ചു, പൊരുന്തിയര് തനിക്കെതിരെ തിരിച്ചടിച്ചു, തന്നെ ഇനി പറയാൻ ഒന്നുമില്ലാത്ത പോലെ നിന്ദിച്ചു. തനിക്ക് അതൊന്നുമല്ല വിഷയം. താൻ വാളെടുക്കുന്നെങ്കിൽ തൂലിക അതൊരു വാള് പോലെ ചലിപ്പിക്കുന്ന എപ്പോഴും ചോദിച്ചാൽ, വിശ്വാസിൽ സ്ഥിരതയോടെ നിൽക്കുന്ന ദൈവമക്കളെ ചതിക്കുന്ന, കവർച്ച ചെയ്യുന്ന, വിധിക്കുന്ന ദുരുപദേശങ്ങൾക്കെതിരെ കാരാഗ്രഹത്തിൽ തനിക്ക് താൻ ക്രിസ്തുവിൽ ആ സ്വാതന്ത്ര്യത്തെ പ്രകടമാക്കി. അപ്പൊ സഭയ്ക്കകത്ത് പരിച്ഛേദന എന്നുള്ളത്, സഭയും ക്രിസ്തുവിന്റെ സഭയും പരിച്ഛേദന തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് എല്ലാവരും കരുതിയിരിക്കുമ്പോ, അതുപോലാണല്ലോ എബ്രായ ലേഖനവും. ക്രിസ്തുവിന്റെ സഭയും പൗരോഹിത്യം തമ്മിൽ ഒരു ബന്ധം എന്ന് പറയുമ്പോൾ വേണ്ട വലിയൊരു ബോംബിട്ട അപ്പോസ്തലൻ. എന്തോ ആര് പറഞ്ഞില്ലെന്ന്? നാം പുരോഹിതന്മാരും ക്രിസ്തു മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു എന്താണെന്നറിയാ കാര്യം? കാരണം ക്രിസ്തുവിൽ മറിഞ്ഞിരിക്കുന്ന ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും നിധികൾ പ്രാപിക്കുന്ന മനുഷ്യനാണ്. കാരണം അത് കിട്ടാൻ പലർക്കും പറ്റത്തില്ല. കാരണം അവർ ലോകത്തിന്റെ നിധിയുടെ പുറകെ ഓടുമ്പോൾ എങ്ങനെ ക്രിസ്തുവിന്റെ നിധി കൈവശമാക്കും? പക്ഷെ അപ്പോസ്തലൻ ഓട്ടം നിർത്തിയിട്ട് ക്രിസ്തുവിന്റെ നിധിയുടെ പുറകെ ഓടാൻ തുടങ്ങിയപ്പോൾ സമയാസമയങ്ങൾ അപ്പോസ്തലന് മനസ്സിലായി. എല്ലാവരും പറഞ്ഞു, പൗരോഹിത്യവും ക്രിസ്തുവിന്റെ സഭയും തമ്മിൽ ഒരു ബന്ധവുമില്ല, മഹാപുരോഹിതന്റെ കാര്യം പറയുകയേ വേണ്ട എന്ന് പറയുമ്പോൾ ഇതാ വരുന്നു ദൈവത്തിന്റെ ആലോചന. എബ്രായ വിശ്വാസികളോട് ആര് പറഞ്ഞു? നാം പുരോഹിതരും ക്രിസ്തു, അതെ, വാഗ്ദത്ത പ്രകാരം ദൈവ ആണയിട്ട് അരുളി ചെയ്ത വാഗ്ദാന പ്രകാരം മഹാപുരോഹിതൻ. ഞെട്ടിപ്പോയി വിശ്വാസികൾ. അതുപോലെ ക്രിസ്തുവിന്റെ സഭയും പരിച്ഛേദനയും തമ്മിൽ ഒരു ബന്ധവുമില്ലെന്ന് ഇരിക്കുമ്പോൾ ഇതാ ദുരുപദേശങ്ങൾക്കെതിരെ വാളെടുക്കുമ്പോൾ അപ്പോസ്തലൻ പറയണം, ആര് പറഞ്ഞു പരിച്ഛേദനയ്ക്ക് ബന്ധമുണ്ട്? പക്ഷെ വ്യത്യസ്തമായ ഒരു പരിച്ഛേദന, ശാരീരിക പ്രക്രിയ അല്ല ഇവിടെ നടന്നത്. ഇതൊരു ഹൃദയത്തിന്റെ പരിച്ഛേദന. When you came to Christ,
You were circumcised, but not by a physical procedure. Christ performed a spiritual circumcision. What is that spiritual circumcision? എന്താണ് ആ ആത്മീക പരിച്ഛേദന? The cutting away of your sinful nature. അതാ മലയാളത്തിൽ നമ്മൾ ആ ന്യൂ വേർഷനെ വായിച്ചത്. ജന്മനാലുള്ള പാപ സ്വഭാവത്തെ നീക്കം ചെയ്യുന്ന ആത്മീക പരിച്ഛേദന. എന്താണ് പാപ സ്വഭാവം? എന്താ ജന്മനാലുള്ള പാപ സ്വഭാവത്തെ കട്ട് ചെയ്ത് കളയുന്ന, നീക്കം ചെയ്യുന്ന ആത്മീക പരിച്ഛേദന. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പ് യെരമ്യാവിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഒരു വേദഭാഗം വായിച്ച് തന്നെ ചിന്തിച്ചത് ഓർക്കുന്നുണ്ട്. യെരമ്യാവ് ഇത് അപ്പൊ ഈ മൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നൊക്കെ ഒരു മഹാപുരുഷൻ പറയുമ്പോൾ ഉടനെ എല്ലാവരും കൂടെ പറയും, ഇപ്പൊ അപ്പോസ്തലൻ കൊടുത്തൊരു പുതിയ തിയോളജിയാണ്, ഇത് എവിടെ എഴുതിയേക്കുന്നത്? അഹരോന്യ പൗരോഹിത്യം അല്ലാതെ, ലേവ്യ പൗരോഹിത്യം അല്ലാതെ മിണ്ടിയിട്ട് പോലുമില്ല. ചുമ്മാതെ വിശ്വാസികൾക്ക് ഇല്ലാത്ത ഉണ്ടെന്ന് പറഞ്ഞ് അവരെ മോഹിപ്പിച്ച് പഴയതിലേക്ക് വിടാതെ പിടിച്ചു നിർത്താൻ ഉണ്ടാക്കുന്ന പുതിയ തിയോളജി എന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം വ്യക്തമായ തിരുവെഴുത്തിന്റെ അടിസ്ഥാനത്തിലാണ് മഹാപൗരോഹിത്യത്തിന് യേശുവിനെ മഹാപുരുഷനായി തെളിയിച്ചതുപോലെ വേദോസ്തം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം, ഹൃദയത്തിന്റെ പരിച്ഛേദന ദൈവത്തിന്റെ വലിയ ആഗ്രഹമായിരുന്നു. യെരമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം യെരമ്യാവിലൂടെ ദൈവം വിളിച്ചു പറയുന്ന ഒരു ഭാഗം ഒന്നിവിടെ വായിക്കാം. മലയാളത്തിലൂടെ ഒന്ന് വായിക്കാം. യെരമ്യാവിന്റെ പുസ്തകം 4-ാം അധ്യായം, ദ ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 4 വേഴ്സ് 4 അവിടുന്ന് മലയാളത്തിൽ വായിക്കും. നിങ്ങൾ അത് ശ്രദ്ധിക്കണേ. യഹൂദപുരുഷന്മാരും യെരുശലേം നിവാസികളും ആയുള്ളവരെ, നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ ജ്വലിച്ച് ആർക്കും കെടുത്തിക്കൂടാതെ വണ്ണം കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി പരിച്ഛേദന ചെയ്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്കളയുകയും. എന്താണ്? നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം. അപ്പൊ യെരമ്യാവിലൂടെ ശാരീരിക ഫിസിക്കൽ പ്രൊസീജിയറിലൂടെ സർക്കംസിഷൻ നടന്ന, പരിച്ഛേദന നടന്ന ജനത്തോട് പറയാണ്. അപ്പൊ ഞാനത് ഇംഗ്ലീഷിൽ ഒന്ന് പറയാം, അപ്പൊ അത് മലയാളത്തിൽ ഒന്ന് ഇടയ്ക്ക്. നിങ്ങളുടെ ഹൃദയത്തിലെ ദുഷ്ടത എങ്ങനെ അവിടെ ഉള്ളത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികൾ നിമിത്തം എന്റെ കോപം തീ പോലെ കത്താതിരിക്കേണ്ടതിന് നിങ്ങളെ തന്നെ യഹോവയ്ക്കായി നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കിക്ക. അപ്പം ദുഷ്ടതയും ഹൃദയത്തിന്റെ പരിചയം തമ്മിലാ കണക്ഷൻ. ഇവരുടെ ദുഷ്ടത നിമിത്തം ദൈവത്തിന്റെ കോപം ഇറങ്ങി വരാൻ പോകുന്നു. ആ കോപം വരാതിരിക്കണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം. നിങ്ങളുടെ ഹൃദയത്തിന്റെ അഗ്രചർമ്മം, അതായത് പുരുഷപ്രജയുടെ അഗ്രചർമ്മം നീക്കിക്കൊണ്ട് എന്ത് ചെയ്യുകയാണ്? ഫിസിക്കൽ പ്രൊസീജിയറായ ശാരീരിക പ്രക്രിയയായ പരിച്ഛേദന നടന്ന് ദൈവമായുള്ള ഉടമ്പടി ഉറപ്പിച്ച് ഇനിയും ദൈവത്തിലാണ് ആശ്രയമെന്ന് ഒരു പുരുഷൻ പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നുകൊണ്ട് ജീവിക്കാൻ സമർപ്പിക്കപ്പെട്ട, ഇനി എന്റെ ജഡത്തിൽ എനിക്ക് പ്രശംസിപ്പാനില്ല, ജഡത്തിന്റെ പ്രശംസ നീക്കുന്നതിന്റെ അടയാളമായിട്ട് അതേ പുരുഷ പ്രജയുടെ അഗ്രചർമ്മത്തെ സർക്കംസൈസ് ചെയ്യുന്നു. അവ വിളിച്ചു പറയുന്നത് എന്തോ? ഈ കുഞ്ഞു വളരുമ്പോൾ ഇവൻ എന്തറിയാം? എന്റെ ആശ്രയം ദൈവത്തിൽ. അതിന്റെ അടയാളം എന്തോ? ഞാൻ സർക്കംസൈസ്ഡാ, എനിക്ക് ദൈവവുമായിട്ട് ഉടമ്പടി ഉണ്ട്. എന്താ ഇതിനർത്ഥം? ദൈവമാണ് എനിക്ക് ഇനിയെല്ലാം. ഇതാണ് ദൈവം ആഗ്രഹിച്ചത്. അപ്പോൾ ഈ ഫിസിക്കൽ പ്രൊസീജിയറായ അഗ്രചർമ്മം നീക്കിക്കളഞ്ഞ പരിച്ഛേദനക്കാരായവരോട് പറയുക, ഇതുകൊണ്ടൊന്നും എന്റെ കോപം മാറത്തില്ല. എന്റെ കോപം മാറണമെങ്കിൽ നിങ്ങളെ ഞാൻ
തീ ജ്വലിച്ച് കോപാഗ്നിയിൽ കത്തിച്ച് കളയാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിലെ ദുഷ്ടത നീക്കിക്കളയുന്ന, ഹൃദയത്തിന്റെ അഗ്രചർമ്മത്തെ നീക്കിക്കളയുന്ന ഒരു പരിച്ഛേദന. ഇത് വാസ്തവത്തിൽ എവിടെ നടക്കുന്ന? സഭയിലാണ്. ക്രിസ്തുവിലൂടെ മാത്രമേ ഇത് സാധ്യമാകത്തുള്ളൂ. യഹൂദന്റെ നയപ്രമാണത്തിനനുസരിച്ച് അബ്രഹാമിന് കൊടുത്ത ഉടമ്പടി അനുസരിച്ച് ശാരീരിക പ്രക്രിയയായ പരിച്ഛേദന നടക്കുമ്പോൾ, ഒരുവൻ ക്രിസ്തുവിലാവുമ്പോൾ മാത്രമാണ് ഹൃദയത്തിന്റെ പരിച്ഛേദന നടക്കുന്നത്. അതിന് പറയുന്നതാണ് ആത്മീക പരിച്ഛേദന, സ്പിരിച്വൽ സർക്കംസിഷൻ അഥവാ സർക്കംസിഷൻ ഓഫ് ദ ഹാർട്ട്. ഇനി എന്താണത്? ഞാനിവിടെ യെരമ്യാ 4:4 ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യും. എന്താണ് ഈ ദുഷ്ടത നീക്കിക്കളയാന്ന് പറഞ്ഞാൽ? അതിനെങ്ങനെ ഇംഗ്ലീഷിൽ എഴുതിയേക്കെന്ന് അറിയാവോ? സറണ്ടർ യുവർ പ്രൈഡ് ആൻഡ് പവർ. ഇത് ഞാൻ എടുത്തിട്ടുള്ള എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങൾ മറന്നുപോയി കാണും, അതുകൊണ്ട് ഞാൻ വീണ്ടും എടുക്കുന്നത്. എന്താണ് ദൈവം യെരമ്യായോട് പറയുന്ന? ഞാൻ ഈ ജനത്തിന്റെ ഈ അഹങ്കാരവും അധികാരഭാവവും കണ്ട് മടുത്തിട്ട ദൈവം പറഞ്ഞത്, സറണ്ടർ യുവർ പ്രൈഡ് ആൻഡ് പവർ. ഈ പ്രൈഡും പവറും ഉണ്ടാകാതിരിക്കാനാണ് ഈ ഉടമ്പടി ചെയ്ത് പരിച്ഛേദന ചെയ്യിച്ചത്. അത് അബ്രഹാമിനില്ലായിരുന്നു. ശ്രദ്ധിച്ചോ നിങ്ങള്? ഇസ്ഹാക്കിനില്ലായിരുന്നു ആ പ്രൈഡും പവറും. കാരണം പരിച്ഛേദന ഏറ്റാൽ പിന്നെ ഒരു പുരുഷനെ സംബന്ധിച്ച് അവന് സ്വയം പ്രശംസിക്കാനോ അധികാരഭാവം കാണിക്കാനോ പറ്റത്തില്ല. അവന്റെ പ്രശംസ ദൈവമായിരിക്കും, അവന്റെ അധികാരം ദൈവത്തിലായിരിക്കും. അപ്പൊ യിരെമ്യായോട് പറയുക, നിങ്ങളുടെ ദുഷ്ടത നീക്കിക്കളയാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ ഞാനെന്ന ഭാവവും അധികാര മനോഭാവവും നീക്കിക്കളയുക. എന്നിട്ട് എന്താ യഥാർത്ഥമായ സ്പിരിച്വൽ സർക്കംസിഷൻ എന്ന് കേൾക്കണോ? ചേഞ്ച് യുവർ ഹാർട്ട്സ് ബിഫോർ ദ ലോർഡ്. എന്തോ നിങ്ങളുടെ ഹൃദയ പരിച്ഛേദന ചെയ്യാൻ പറഞ്ഞാൽ നമ്മളെന്നാ ഹൃദയത്തിൽ ഡോക്ടറെ അടുത്ത് പോകാൻ പറ്റുമോ? അതൊരു ഫിസിക്കൽ പ്രൊസീജിയർ അല്ല, അതൊരു സ്പിരിച്വൽ പ്രൊസീജിയറാണ്. അതുകൊണ്ടാണ് സ്പിരിച്വൽ സർക്കംസിഷൻ എന്ന് പറഞ്ഞത്. ആ സ്പിരിച്വൽ സർക്കംസിഷൻ എങ്ങനെയാ പ്രായോഗികമായിട്ട് നമുക്ക് മനസ്സിലാകണ്ടേ? അതിന് പറയുന്ന പേരാണ് ചേഞ്ച് യുവർ ഹാർട്ട്സ് ബിഫോർ ദ ലോർഡ്. ദൈവ മുൻപാകെ നിങ്ങളുടെ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടും. ഇത് എവിടെ ഉണ്ട്? പഴയ നിയമത്തിൽ കാണാം. പ്രവാചകന്മാരിലൂടെ തന്റെ ഹിതം വിളിച്ചറിയിച്ച സ്വർഗത്തിലെ ദൈവം ഈ ഹൃദയത്തിന്റെ പരിച്ഛേദനയെ വ്യക്തമാക്കിയിരുന്നു. അപ്പോസ്തലൻ ഇപ്പോൾ തേണ്ട വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയോട് പറയുവാണേ, എന്തോ പറഞ്ഞേ? അപ്പോസ്തലൻ പറഞ്ഞേ, ജന്മനാലുള്ള നിങ്ങളുടെ പാപ സ്വഭാവത്തെ നീക്കം ചെയ്യുന്ന ഒരാത്മീക പരിച്ഛേദന നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ അത് ചെയ്തിരിക്കുന്നു. എന്താ അതിന്റെ വ്യത്യാസം? ഞാനൊന്ന് പറയാം. അതിന്റെ വ്യത്യാസം എന്നു ചോദിച്ചാൽ, ഈ ഫിസിക്കലായിട്ടുള്ള പ്രൊസീജിയറും സ്പിരിച്വലായ സർക്കംസിഷൻ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഫിസിക്കൽ സർക്കംസിഷനിൽ ജനം എന്ത് ചെയ്യാണ്? പുരുഷപ്രജയുടെ അതെ ആ അഗ്രചർമ്മം നീക്കുന്നു അവരുടെ ഫിസിക്കൽ ഫ്ലഷിൽ നിന്ന്. ആത്മീക പരിച്ഛേദനയിൽ നമ്മൾ എന്തോ നീക്കുന്നത്? വി കട്ട് ഓഫ് അവർ കോൺഫിഡൻസ് ഇൻ ദ ഫ്ലഷ്. ഇത് ആ ദൈവം ഉദ്ദേശിച്ച് ചെയ്തേ. ജഡത്തിലുള്ള ഒരുവന്റെ ധൈര്യം, ആശ്രയം അത് നീക്കുക. അവർ സെൽഫ് ലൈഫ്, സ്വയം ജീവിതത്തിന്റെ, അതാണ് പ്രൈഡ് ആൻഡ് പവർ. പ്രൈഡ് ആൻഡ് പവർ കട്ട് ഓഫ് ചെയ്യുന്നതിനാ ഈ സ്പിരിച്വൽ സർക്കംസിഷൻ എന്ന് പറയുന്നത്. ആൻഡ് പുട്ട് ടു ഡെത്ത്, അത് മരിക്കുക. അതാണ് താഴെ നമ്മൾ ചിന്തിക്കാൻ പോണേ. Spiritual circumcision involves putting up the sinful nature and old way of life. പാപ സ്വഭാവത്തെ നീക്കം ചെയ്തിട്ട് പഴയ ജീവിത രീതിയെ മാറ്റുക. എല്ലാം കൂടെ ഒരൊറ്റ കുപ്പിയിലാക്കി ഒരൊറ്റ പോയിന്റിൽ പറഞ്ഞ ചേഞ്ചിങ് അവർ ഹാർട്ട്സ് ബിഫോർ ദ ലോർഡ്. ഇതിനെ പ്രാവർത്തികമാക്കിയത് എങ്ങനെയാണെന്നാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ സംസ്കരിക്കപ്പെടുകയും അടക്കപ്പെടുകയും ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസത്താൽ ക്രിസ്തുവിനോടൊപ്പം ഉയർക്കപ്പെടുകയും ചെയ്തു എന്നതാണ് സ്നാനത്താൽ പ്രകടമാകുന്നത്. നമ്മളെ ന്യൂ ലൈഫിലേക്ക് കൊണ്ടുവരിക. ന്യൂ ലൈഫിലേക്ക് കൊണ്ടുവരാൻ ഓൾഡ് ലൈഫ് ബറി ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതുമനുഷ്യൻ എഴുന്നേൽക്കണമെങ്കിൽ പഴയ മനുഷ്യൻ സംസ്കരിക്കപ്പെടണം. ഈ പഴയ മനുഷ്യൻ സംസ്കരിക്കപ്പെടുകയും
ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസത്താൽ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ചെയ്ത് എന്നതാണ് സ്നാനത്തിൽ സംഭവിക്കുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുകയാണെന്ന് കേട്ടോണേ. For you were buried with Christ when you were baptized, and with Christ you were raised to new life. ക്രിസ്തു മരണത്തിൽ ഉയർത്തെഴുന്നേറ്റ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടുകൂടെ പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ച പോലെ നാമും സ്നാനത്താൽ അവനോടുകൂടെ അതെ ചേർന്ന് ഏകീഭവിക്കുമ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ്, എന്തിനെ സിംബോളൈസ് ചെയ്യുകയാണ്? നാം ഹൃദയത്തിന് രൂപാന്തരം വന്ന അവിടെ ഒരു ഫിസിക്കൽ പ്രൊസീജിയർ നടക്കുന്നില്ല, അഗ്രകർമ്മം നീക്കുന്നില്ല. പക്ഷെ ക്രിസ്തുവിനോടുകൂടെ സംസ്കരിക്കപ്പെടുമ്പോൾ, അടക്കപ്പെടുമ്പോൾ, ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അവിടെ നാം തിരിച്ചറിയുകയാണ് നമ്മുടെ പ്രൈഡ് ആൻഡ് പവർ എല്ലാം നാം സറണ്ടർ ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിൽ നാം ആശ്രയിച്ചുകൊണ്ട് അവന്റെ പുതുജീവിതത്തിന് പങ്കാളിയായിത്തീരും. എങ്ങനാ അത് നടന്നേ? ബിക്കോസ് യു ട്രസ്റ്റഡ് ദ മൈറ്റി പവർ ഓഫ് ഗോഡ് ഹു റൈസ്ഡ് ക്രൈസ്റ്റ് ഫ്രം ദ ഡെഡ്. എന്തുകൊണ്ടാ ഒരാൾ വിശ്വാസമില്ലാതെ സ്നാനക്കുളത്തിൽ ഇറങ്ങിയാൽ, സ്നാനപ്പെട്ടാൽ പ്രയോജനമില്ലാത്ത? കാരണം ശ്രദ്ധിച്ചോണം, ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ആ ദൈവത്തിന്റെ അത്യന്ത ശക്തി അതവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിച്ചു, നിങ്ങൾ വായിച്ചോ? അതെ, നമ്മുടെ ഇതിനകത്ത് എങ്ങനെ എഴുതിയിരിക്കുന്ന കേട്ടോണേ, അതിന്റെ 12ന്റെ അടുത്ത സെക്കൻഡ് പാർട്ട്, വിശ്വാസത്താൽ അല്ല ദൈവത്തിന്റെ ഓക്കെ, ഞാൻ 12ന്റെ വായിക്കുകയാണ്. ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള, അതായത് എന്തുവാ, ക്രിസ്തുവിനെ ഉയർത്തി തേജസ്കരിക്കപ്പെട്ട ശരീരവുമായി ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. ശ്രദ്ധിച്ചേ, നാം വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിപ്പൊങ്ങിക്കൊണ്ടല്ല തിരിച്ചു സർക്കസീഷൻ നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നോടൊക്കെ എത്ര പേരെ നടന്നു കഴിയേണ്ടതാ? എന്താ നടക്കാത്തെ? ഇടയ്ക്കൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ചോ, ആ ന്യൂ ലൈഫിലേക്ക് നിങ്ങൾ വരുന്നത് നിങ്ങൾ വെള്ളത്തിൽ ഇറങ്ങി മുങ്ങിപ്പൊങ്ങുമ്പോഴാ. അതല്ല അതിനകത്തെ മർമ്മം. Because you trusted the mighty power of God who raised Christ from the dead. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ആ അപാരമായ അതെ ഒരു മനുഷ്യനും ചിന്തിക്കാൻ കഴിയാത്ത ആ വ്യാപാര ശക്തി, അതായത് ട്രാൻസ്ഫോം ചെയ്യാൻ കഴിയുന്ന, ജീവിപ്പിക്കാൻ കഴിയുന്ന, തേജസ്കരിക്കപ്പെട്ട ശരീരം കൊടുക്കാൻ കഴിയുന്ന, അവര് കണ്ടതാണ്. യേശു മരിച്ചു, പ്രാണനെ വിട്ടു, സകലവും നിവർത്തിയായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് അവന്റെ രൂപം വികൃതമായി. എല്ലാവരും പറഞ്ഞു, തകർന്നു പോയി, തീർന്നു പോയി, ഞങ്ങൾ പ്രതീക്ഷിച്ചു വീണ്ടെടുപ്പുകാരനാണെന്ന്. പക്ഷെ ആശ അറ്റുപോയി. അങ്ങനെ ആശ അറ്റുപോയി. സാധാരണ ഒരു മനുഷ്യൻ മരിച്ചാൽ കല്ലറയിൽ അടക്കം ചെയ്യുന്ന പോലെ അടക്കം ചെയ്ത് കല്ല് വെച്ചടച്ച് തിരിച്ചിറങ്ങുമ്പോൾ അത് ആർക്കും വിശ്വസിപ്പാൻ കഴിയുന്നില്ല ഇതിനപ്പുറമുണ്ടെന്ന്. പക്ഷേ എന്ത് സംഭവിച്ചു? 3-ാം നാളിൽ ദൈവം തന്റെ വ്യാപാര ശക്തിയാൽ ക്രിസ്തുവിനെ, യേശുവിനെ ഉയർപ്പിച്ചു. ദൈവം ക്രിസ്തുവിനെ ഉയർപ്പിച്ചു എന്നുള്ളത് ഇൻഫർമേഷനാ, അറിവാ. നാം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവം ക്രിസ്തുവിനെ മരിച്ചു എന്ന് ഉയർപ്പിച്ചു. അത് ഇൻഫർമേഷനാ, അത് നോളജാ. ഇനിയും എന്തുവാ? പവർ ഓഫ് ഗോഡ്. എന്താണ് ഫെയ്ത്ത്? വിശ്വാസം എന്ന് ചോദിച്ചാൽ ദൈവം ക്രിസ്തുവിനെ തന്റെ വ്യാപാര ശക്തിയാൽ ഉയർപ്പിച്ചു കൊണ്ടുവന്നെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു. അവനോടുകൂടെ സ്നാനത്തിൽ ഞാൻ ഏകീഭവിക്കുമ്പോൾ, ഞാനും വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ, എന്റെ പഴയ മനുഷ്യനെ അടക്കം ചെയ്ത ഒരു പുതുഹൃദയവുമായി എന്നെ ജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് ദൈവം. ചെറിയ ഞാൻ പറയുന്ന കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിലും ചേർന്നുവാൻ, അതിനോട് ഒന്ന് ചേർന്ന് നിൽക്കാൻ ഇച്ചിരി പാടാ, എങ്കിലും മനസ്സിലാക്കുക. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുക, വാട്ട് ഈസ് സ്പിരിച്വൽ സർക്കംസിഷൻ? കൊലോസ്യർ പറഞ്ഞ ആത്മീക പരിച്ഛേദന അത് എപ്പോഴാണ് നമ്മൾ ഈ സംഭവിച്ചേ? സ്നാനപ്പെട്ട എല്ലാവർക്കും അത് കിട്ടുന്നുണ്ടോ? സ്നാനപ്പെടുമ്പോൾ
ഇതിനെ സിംബോളൈസ് ചെയ്താ ചെയ്യുന്നേ. പക്ഷെ ഇന്നത്തെ സ്നാനം അങ്ങനല്ല നടക്കുന്നേ. യേശുവിനെ കർത്താവായി സ്വീകരിച്ച, വീണ്ടും ജന്മം പ്രാപിച്ച ഒരു വ്യക്തി വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ വ്യക്തിയിൽ വ്യാപരിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ, ഞാൻ സ്നാനപ്പെട്ട് കഴിയുമ്പോൾ എന്റെ രോഗം മാറും, എന്റെ ക്ഷീണം മാറും, എന്റെ ബന്ധനം അഴിയും, കോട്ടകൾ തകരും, അത് തീ കത്തിയിടും, പിന്നെ ഞാൻ പഠിക്കുന്നിടത്ത് ഉയരും, ജോലിയിൽ ഉയരും, താഴ്ച പ്രാപിക്കൽ ഉയർച്ച തന്നെ പ്രാപിക്കും, ഞാൻ വാലല്ല തലയാകും, ഞാൻ എന്റെ വാഗ്ദത്തങ്ങളെ ഏറ്റുപറയും. ഈ വിശ്വാസത്തോടെ സ്നാനപ്പെട്ടാൽ തിരിച്ച സർക്കംസിഷൻ നടക്കത്തില്ല. തിരിച്ച സർക്കംസിഷൻ നടക്കുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ഒരുവന്റെ ഹൃദയത്തിന്റെ ജന്മനാവുള്ള ആ സിൻഫുൾ നേച്ചറിനെ കട്ട് ഓഫ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ, ശരീരം കൊണ്ട് അതെ ആളല്ല എന്ന് തോന്നുമാറ് രൂപം മാറിപ്പോയ, അതെ ജനത്തിന്റെ ആശ അറ്റുപോയ, നിസ്സഹായനായി തീർന്ന, ഇനി ഒന്നും ചെയ്യാൻ കഴിവില്ലാതെ പ്രാണനെ വിട്ട് തന്റെ ആത്മാവിനെ തൃക്കൈയിലേൽപ്പിച്ച, ജീവൻ വെടിഞ്ഞ് കൽവറയിൽ തൂങ്ങിക്കിടക്കുന്ന യേശുവിനെ അതെ കൊണ്ട് കല്ലറയിൽ അടക്കിയിട്ട് തിരിച്ചു വന്നിട്ട് എല്ലാം അറ്റുപോയി, ആശ അറ്റുപോയിരുന്ന ശിഷ്യന്മാരും, കടകടച്ചു കുത്തിയിരുന്ന ശിഷ്യന്മാരും, ഭ്രമിച്ചു പോയവരും, ഭയപ്പെട്ടു പോയവരും, തകർന്നു പോയവരും, എല്ലാം അവസാനിച്ചു എന്ന് കരുതിയവരുടെ നടുവിലേക്ക് ആര് വരികയാണ്? യേശു എന്ന് പറയാണ്, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന തേജസ്കരിക്കപ്പെട്ട അതേ ശരീരവുമായി ഉയർത്തെഴുന്നേറ്റ് വന്ന ക്രിസ്തുവിനെ ഉയർപ്പിച്ചത് സർവശക്തനായ ദൈവമാണ്. അവന്റെ വ്യാപാര ശക്തിക്ക് അത് ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ആ ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിക്കാൻ ഞാൻ വെള്ളത്തിലേക്ക് ഇറങ്ങി, ആ ക്രിസ്തുവിന്റെ ഉയർപ്പിനോട് ഏകീഭവിക്കാൻ ഞാൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരികയും ചെയ്യും. അങ്ങനെ പൊങ്ങി വരുമ്പോൾ ഞാൻ നേരെ സ്വർഗത്തിലേക്കല്ല പോകുന്നത്, ഞാൻ ഭൂമിയിലേക്കാണ്. പക്ഷെ എനിക്കൊരു വ്യത്യാസമുണ്ട്. ഞാനിപ്പോൾ ഉയർത്തെഴുന്നേറ്റ് വന്നിരിക്കുന്നത് എന്റെ പ്രൈഡ് ആൻഡ് പവറുമായിട്ടല്ല, ദുഷ്ടത നിറഞ്ഞ, യേശു ശരീരം കൊണ്ട് ആളെല്ലാം തോന്നിയത്, നാം സ്വഭാവം കൊണ്ട് വികൃതം. യേശുവിന്റെ ശരീരം തകർക്കപ്പെട്ടെ, നമ്മുടെ സ്വഭാവം ദുഷ്ടതയും വികൃതവും ജന്മനാവുള്ള പാപ സ്വഭാവം നിറഞ്ഞ നമ്മളെ യേശുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ പാപ സ്വഭാവത്തിന് നീക്കം വന്നില്ല. നമ്മുടെ ആത്മാവിന്റെ രക്ഷയാണ് സംഭവിച്ചത്. നമ്മുടെ ആത്മാവിനാണ് വിശുദ്ധീകരണം ലഭിച്ചത്. ആ ആത്മാവിന് വിശുദ്ധീകരണം ലഭിച്ച നമ്മൾ ആ വികൃത സ്വഭാവമായി, ആ ദൂഷ്യ സ്വഭാവമായി, ദുഷ്ടത നിറഞ്ഞ ഹൃദയവുമായി, ജന്മനാവുള്ള പാപ സ്വഭാവമായി നമ്മൾ എവിടേക്ക് ഇറങ്ങിയ? വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ നാം വിശ്വസിക്കുന്ന ഒരു കാര്യം, എങ്ങനെ ശരീരം കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് ഇരുന്ന യേശുവിന്റെ ശരീരത്തെ തേജസ്കരിക്കപ്പെട്ട ശരീരമായി ഉയർത്തെഴുന്നേൽപ്പിച്ച അതേ ദൈവം എന്നെയും എന്റെ പാപ സ്വഭാവത്തെ നീക്കിക്കൊണ്ട് ഹൃദയത്തിന് രൂപാന്തരം വരുത്തി പ്രൈഡ് ആൻഡ് പവറിനെ അടിയറവ് വെച്ച് ഞാൻ അല്ലിനി ജീവിക്കുന്നത് ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നു പറയുന്ന ആ വികൃത ദുഷ്ടത, ജന്മനായുള്ള പാപ സ്വഭാവത്തെ നീക്കി ഒരു പുതു മനുഷ്യനാക്കി എന്നെ തീർക്കുന്നു. അതാണ് ആത്മീക പരിചയം, ഹൃദയത്തിന് വരുത്തുന്ന രൂപ. അപ്പോസ്തലൻ പറയുക, സ്നാനത്തെ പറഞ്ഞിട്ട് പറയുക, യഹൂദന്മാർ 8-ാം നാളിൽ കുഞ്ഞുങ്ങൾക്ക്, ആൺകുട്ടികൾക്ക് പരിശോധന കൊടുക്കുമ്പോൾ രക്ഷിക്കപ്പെട്ട ഓരോ ദൈവത്തിലും അറിഞ്ഞിരിക്കണം, ഒരു ഫിസിക്കൽ പ്രൊസീജിയർ നിങ്ങളുടെ മക്കളിലോ നിങ്ങളിലോ നടന്നില്ലെന്നോർത്ത് നിങ്ങളുടെ ഹൃദയത്തിന്റെ പരിച്ഛേദനയാണ് ദൈവം അന്നേ പ്രവാചകന്മാരുടെ വിളിച്ചു വന്ന പരിച്ഛേദന. ഒരു യഹൂദനും ചെയ്യാൻ പറ്റത്തില്ല, ഒരു ന്യായശാസ്ത്രിക്കും പറ്റത്തില്ല, ഒരു പരീക്ഷനും, ഒരു പ്രമാണിക്കും, ഒരു റബിക്കും, ഒരു പുരോഹിതനും കഴിയത്തില്ല. അത് കഴിയുന്നത് ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചിട്ട് ക്രിസ്തുവിനെ സംസ്കരിക്കപ്പെടാൻ തയ്യാറായി, ക്രിസ്തുവിന്റെ പുതുജീവിതത്തിന് പങ്കാളിയാകാൻ തയ്യാറായി വെള്ളത്തിൽ ഇറങ്ങുന്നവന്റെ ജീവിതത്തിൽ മാത്രമേ ഈ ആത്മീക പരിച്ഛേദന നടക്കൂ. അവന്റെ വികൃത സ്വഭാവം മാറുന്നു. അതുകൊണ്ടാ പലരും പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ, അതുകൊണ്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റ് പറഞ്ഞത്, തൊട്ടു നോക്ക് യേശു, നിങ്ങൾ എന്നെ തൊട്ടു നോക്ക്, കാരണം ശരീരത്തിൽ അവർ കണ്ടതാ ചതഞ്ഞ് ഒഴുകി രക്തം വാർന്ന് കണ്ടാൽ അവന്റെ ഐഡന്റിറ്റി തന്നെ മാറിപ്പോന്നുണ്ട്. അപ്പൊ യേശു വന്നിരുന്നപ്പോൾ അന്ന് യേശുവിന്റെ ശരീരമാറ്റം അത് ഞെട്ടിപ്പോയി. ഇതുപോലെ തന്നെയാണ് രക്ഷിക്കപ്പെട്ടവന്റെ സ്വഭാവമാറ്റം. ഇതാണ് കഴിഞ്ഞ നാൾ കേരളക്കര കണ്ടത്. വികൃതമായ സ്വഭാവമുള്ളവൻ,
വികലമായ സ്വഭാവമുള്ളവൻ, ഏതിനും എടുത്തു ചാടുന്നവൻ, ഏതിനും പൊട്ടിത്തെറിക്കുന്നവൻ, ഏതിനും ദോഷമായി പെരുമാറുന്നവൻ, ചെറിയ കാര്യങ്ങൾക്ക് പോലും അസൂയയും പിണക്കവും ഉള്ളവൻ, എന്തിനും നാട്ടിൽ തലവേദനയായവൻ, വീട്ടിൽ കലഹക്കാരനായവൻ, അനുസരണമില്ലാത്തവർ, വികൃത സ്വഭാവത്തിന്റെ ഉടമകൾ യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചിട്ട് അവർ യേശുവിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവം യേശുവിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ അപാരമായ വ്യാപാര ശക്തിയിൽ വിശ്വസിച്ചുകൊണ്ട് അടക്കപ്പെട്ട് വെള്ളത്തിൽ പൊങ്ങി വന്നപ്പോൾ അവരിൽ വെളിപ്പെട്ടത് ക്രിസ്തുവിന്റെ കണ്ടാൽ ആളെല്ലാം തോന്നുമാറുന്ന ആ ശരീരത്തിന്റെ തേജസ്കരണം പോലെ നമ്മളിൽ ഇപ്പോൾ സംഭവിക്കുന്ന വരുവാൻ പോകുന്ന നാളിൽ മാത്രമേ നമ്മുടെ ശരീരം അതുപോലെ രൂപാന്തരപ്പെടത്തുള്ളൂ. പക്ഷെ അവന്റെ വരവിന്റെ നാൾ വരെ നമ്മുടെ വികൃത സ്വഭാവത്തിന്റെ രൂപാന്തരം നടക്കും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണേ? ചേഞ്ച് യുവർ ഹാർട്ട്സ് ബിഫോർ ദ ലോർഡ്. അപ്പോസ്തലൻ പറയുന്ന ആത്മീയ പരിച്ഛേദന മനസ്സിലായോ? പക്ഷേ അല്ലാതെ വേറെ എന്തു ദേശത്തുള്ള വെള്ളത്തിൽ ഇറങ്ങിയാലും പറ്റത്തില്ല. അതുകൊണ്ട് ആ വാക്യങ്ങളെ ഒന്നുകൂടെ വായിച്ച് എന്നെ ചിന്തയോടെ നിർത്താൻ ഞാൻ പറഞ്ഞു വന്ന സമയവും നോക്കിയില്ലായിരുന്നു. ഇപ്പൊ ഞാൻ അത് ശ്രദ്ധിക്കുന്നത് വാക്കുകളെ ഞാൻ നിർത്താം. ഒന്നുകൂടെ വായിച്ച് ആ ഭാഗങ്ങളെ നിർത്താം. സ്പിരിച്വൽ സർക്കംസിഷൻ എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. ആത്മീയ പരിച്ഛേദന എന്താണെന്നുള്ളത്. നമ്മൾ ക്രിസ്തുവിൽ പരിപൂർണരാന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോസ്തലൻ ചുമ്മാതെ വെറുതെ ഗ്യാസ് അടിച്ച് കയറ്റുമല്ല. ക്രിസ്തുവിൽ പരിപൂർണരാ, നമുക്കിനി യഹൂദ മര്യാദകളൊന്നും ആചരിക്കേണ്ട കാര്യമില്ല, ആചാരങ്ങളല്ല വലുത് എന്ന് പറയുമ്പോൾ അപ്പോസ്തലൻ വ്യക്തമായിട്ട് അറിയാം എന്താ സംഭവിച്ചെന്നുള്ളത്. പ്രവാചകന്മാർ വിളിച്ചു പറഞ്ഞ ദൈവിക പദ്ധതി, ദൈവത്തിന്റെ ആലോചന, ഇസ്രായേൽക്കാരുമായുള്ളവരെ, ജനവുമായുള്ളവരെ, എന്റെ കോപം നിങ്ങളുടെ നേരെ ജ്വലിക്കാതിരിപ്പാൻ നിങ്ങളുടെ പ്രൈഡും പവറും നിങ്ങളുടെ ഞാനെന്ന ഭാവവും ആ ഫ്ലഷിലുള്ള കോൺഫിഡൻസും അതാണ് ദുഷ്ടത. അത് നീക്കിക്കളാം. നിങ്ങളുടെ ഹൃദയത്തിന് ഒരു കട്ട് ഓഫ് ആവശ്യമാണ്. ഒരു അഗ്രചർമ്മം, ഹൃദയത്തിന്റെ പ്രൈഡ്, ആ പവർ എന്ന കവർ ചെയ്തിരിക്കുന്ന ആ ചർമ്മം കട്ട് ചെയ്ത് കളാം. അത് യഥാർത്ഥത്തിൽ കട്ട് ചെയ്യപ്പെട്ടത് ആരില്ല? ക്രിസ്തുവില. ഒരു യെരമ്യാവിനും അത് കഴിഞ്ഞില്ല. മുന്നറിയിപ്പുകളെ നടന്നുള്ളൂ. യെശയ്യാവിനും അത് കഴിഞ്ഞില്ല. ഒരു പ്രവാചകനും അത് കഴിഞ്ഞില്ല. അത് സാക്ഷാൽ സംഭവിച്ചത് ക്രിസ്തുവിലൂടെയാണ്. നമ്മൾ എത്ര അഭിമാനിക്കണം പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്ര ആനന്ദിക്കണം പ്രിയപ്പെട്ടവരെ. സ്നാനത്തിലേക്ക് ഇറങ്ങുമ്പോൾ കലക്ക വെള്ളത്തിൽ എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കളിയാക്കുമ്പോൾ, ഇതേ മൽക്കീസിന്റെ ക്രമപ്രകാരം ഞങ്ങൾക്കൊരു പുരോഹിതൻ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത ഉണ്ടെന്ന് പറയാമെന്ന് ചിന്തിക്കുമ്പോൾ, അതെ ഞാൻ കലക്ക വെള്ളത്തിൽ ഇറങ്ങി പറയുമ്പോൾ വാസ്തവമായി നമ്മൾ മനസ്സിലാക്കണം, കാലാകാലങ്ങളായി ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ് ക്രിസ്തുവിലൂടെ സാധ്യമായത്. നിങ്ങൾ ക്രിസ്തുവിനെ സ്വീകരിച്ചപ്പോൾ, യേശു ക്രിസ്തുവിനെ കർത്താവായി സ്വീകരിച്ചപ്പോൾ, നിങ്ങളുടെ ജന്മനാലുള്ള പാപ സ്വഭാവത്തെ നീക്കം ചെയ്യുന്ന ഒരാത്മീക പരിച്ഛേദന നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അങ്ങ് വിശ്വസിച്ച നമ്മളങ്ങ് ഏറ്റു പറഞ്ഞാൽ മതി. ആരും പറഞ്ഞ് പ്രശ്നമാക്കണ്ട. ലഭിച്ചിരിക്കുന്നു എന്നുറപ്പുള്ളവർക്ക് പറയാൻ ലഭിച്ചിരിക്കുന്നു. ഇതൊരു ശാരീരിക പ്രക്രിയ അല്ല. നിങ്ങൾ ക്രിസ്തുവിനോട് സംസ്കരിക്കപ്പെടുകയും, എങ്ങനെ സാധ്യമായെന്നാ പറയുന്നത് അല്ലേ? നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ സംസ്കരിക്കപ്പെടുകയും ക്രിസ്തുവിനെ മരണത്തിൽ ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തിയിലുള്ള ഈ ഭാഗം ഒന്ന് എടുത്തു മാറ്റിയാൽ അത് വെറും ഒരു ക്രിയ കേട്ടോ. ഈ സെന്റൻസ്, ഈ വചനം ഒന്ന് എടുത്തു മാറ്റിയാൽ അത് വെറും ഒരു ക്രിയ, വിശ്വാസത്തിന്റെ പ്രക്രിയയല്ല. ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിന്റെ ശക്തി, വ്യാപാര ശക്തി, ഡൈനാമിക് പവർ, ചേഞ്ച് ചെയ്യുന്ന പവർ, ചലനാത്മക ശക്തിയിലുള്ള വിശ്വാസത്താൽ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു എന്നതാണ് സ്നാനത്താൽ പ്രകടമാകുന്നത്. ആ സ്നാനത്തിലൂടെ നിങ്ങൾക്ക് ആത്മീയ പരിച്ഛേദന. ഇനി അതിനെ വെളിപ്പെടുത്തിയാൽ മാത്രം മതി. 8-ാം നാളിൽ അഗ്രചർമ്മം കട്ട് ചെയ്തു. ഇനി വളരുമ്പോൾ വെളിപ്പെടുത്തണം എന്ത്? ഈ കുഞ്ഞ് ആൺകുട്ടി വളർന്നു വരുമ്പോൾ അവന്റെ കുടുംബം വെളിപ്പെടുത്തണം, എനിക്ക് പ്രൈഡും ഇല്ല, പവറും ഇല്ല. അത് ആ അഗ്രചർമ്മത്തിൽ നീക്കിക്കളഞ്ഞു. ഇനി എന്റെ ആശ്രയം ദൈവം, എന്റെ ഫ്ലഷിൽ എനിക്കൊരു കോൺഫിഡൻസും ഇല്ല, ദൈവത്തിലാണ് എന്റെ കോൺഫിഡൻസ്. സ്നാനത്തിൽ സംഭവിച്ചവർക്ക് തുടർന്നുള്ള ദിവസങ്ങളിൽ എന്ത് മനസ്സിലാവും? അവർക്ക് മനസ്സിലാകും, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫ്ലഷിൽ ഒരു കോൺഫിഡൻസും ഇല്ല. പ്രൈഡും പവറും ഒക്കെ വികൃതമായ ഞങ്ങളുടെ ജന്മനാനുള്ള പാപ സ്വഭാവമായിരുന്നു. ആ വികൃതമായ സ്വഭാവം ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി മുങ്ങിപ്പൊങ്ങാനല്ല ഇറങ്ങിയത്. പിന്നെയോ ദൈവത്തിലുള്ള ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവത്തിന്റെ ആ ഡൈനാമിക് പവറിൽ, ആ ട്രാൻസ്ഫോമിങ് പവറിൽ ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് ഇറങ്ങി. എന്താ വിശ്വസിച്ച് ഞങ്ങളെങ്ങനെ പ്രാക്ടിക്കലാക്കിയേ? 2 കാര്യമുണ്ട് അവിടെ. ഒന്ന്, ഭാവിയിൽ നടക്കാൻ പോന്നെ എന്താണ്?
നമ്മുടെ മർത്യ ശരീരങ്ങളെയും ക്രിസ്തുവിനെ ഉയർപ്പിച്ച തന്റെ ആത്മാവിനാൽ ദൈവം ജീവിപ്പിക്കുന്നുള്ള ഫ്യൂച്ചർ ഗ്ലോറി ആൻഡ് ഫ്യൂച്ചർ. അതെ, അത് സംഭവിക്കാൻ പോവാം. പക്ഷെ സ്നാനത്തിൽ സംഭവിച്ചത് പ്രസന്റ് ആയിട്ടൊരു കാര്യം സംഭവിക്കണം. എന്താണ്? സ്നാനപ്പെടുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ശരീരത്തിന്റെ രൂപാന്തരം നാളെയിൽ നടക്കാൻ പോകുന്നെങ്കിൽ സ്നാനപ്പെടുന്ന അന്ന് തൊട്ട് അവന്റെ വികൃത സ്വഭാവത്തിന്, ജന്മനാളുള്ള പാപ സ്വഭാവത്തിന് നീക്കം വരുന്ന ആ ശാരീരിക പ്രക്രിയ അല്ലാത്ത വിശ്വാസത്താലുള്ള പ്രക്രിയക്ക് പറയുന്ന പേരാണ് ആത്മീക പരിച്ഛേദന, അല്ലെങ്കിൽ ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കുക. അർത്ഥാൽ ഹൃദയത്തിലെ പ്രൈഡ് ആൻഡ് പവർ സറണ്ടർ ചെയ്തുകൊണ്ട് ദൈവത്തിലുള്ള കോൺഫിഡൻസിൽ ജീവിക്കും. നമുക്ക് അടുത്ത ആഴ്ച തുടരാം. ദൈവം നമ്മളെ യുവജനങ്ങളാൽ അനുഗ്രഹിക്കുമാറാകട്ടെ.